അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ടി ഡി എസിനകത്ത് രണ്ട് പാർട്ടികൾ ഉണ്ടാവും. ഒന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന ആളും ആരെടുത്ത കയ്യിൽ നിന്നാണോ ഡിഡക്ട് ചെയ്യുന്ന ഈ ഡിഡക്ടർ ആൻഡ് ഡിഡക്റ്റ് എന്ന് പറഞ്ഞ രണ്ട് പാർട്ടികളാണ് ടി ഡി എസ് എന്ന് പറഞ്ഞ കേസിനകത്ത് ഉണ്ടാകുന്നത്. അതിൽ ഒരാൾ അത് പിടിച്ചിട്ട് മറ്റവൻ്റെ പേരിൽ അടക്കുന്നു. മറ്റവൻ എന്ത് ചെയ്യുന്നു, ഇയർ എൻഡിൽ ടാക്സ് ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ട് ഈ അടച്ച എമൗണ്ടിനേക്കാൾ കൂടുതൽ അങ്ങോട്ടേക്ക് അടക്കാനുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് അടച്ചാൽ മതി. കുറച്ച് അടക്കാനുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടുന്ന ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹജ്ജിൻ്റെ സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് അത്യാവശ്യം വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ് ഇത്. പ്രൈവറ്റായിട്ട് ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ആ കേസുകളൊക്കെ ചെയ്തു കൊടുത്ത് കുറച്ച് കമ്മീഷനൊക്കെ വാങ്ങി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം ഉണ്ടാക്കാം. ഓക്കെ, ഇൻകം ടാക്സിൻ്റെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് പാൻ കാർഡ് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ടാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനിൽ. ഇതും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ സെഷനിലെ പോലെ ടാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നെറ്റ്വർക്ക് പോയോ? നെറ്റ്വർക്ക് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ഫാറൂഖ് ഭായിന് നെറ്റ് പോയി. ഫാറൂഖ് ഭായിന് പോയോ? ഓക്കെ ഓക്കെ, ക്ലിയർ ആയില്ലേ? ഫാറൂഖ് ഭായ് നെറ്റിന്റെ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ടാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്തോ? റെക്കോർഡിംഗ് ആണ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളേ. റെക്കോർഡിംഗ് ആണ് ഫാറൂഖ് ഭായ്. ഇതിലൊരു സംശയം കൂടി ഉണ്ട് സാറേ. ആ പിന്നെ ഒന്നുമില്ല, നിങ്ങൾ ടി ഡി എസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ അതില് ലോട്ടറി പറഞ്ഞു. പക്ഷെ ലോട്ടറി നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. എങ്ങനെ? അതിന്റെ ടി ഡി എസ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റൂലല്ലോ. അല്ല, പറയാം, വിശദമായിട്ട് പറയാതെ. അതിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, നമുക്കിത് എങ്ങനെയാണ് ഈ സാധനം അങ്ങോട്ട് കയറ്റുക എന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, നമ്മളിനി ടി ഡി എസ് പേയ്മെന്റ് ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുമ്പം ആദ്യം ചോദിക്കുന്ന കാര്യമാണ് ടാൻ എന്ന് പറഞ്ഞ സംഭവം. ടാൻ എന്ന് കേട്ടില്ലേ? എന്താ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ടാൻ ടാക്സ് ഡിഡക്റ്റേഴ്സ് അക്കൗണ്ട് നമ്പർ. ടാൻ നമ്മൾ അതാ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ടാൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യാം. ടാൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ, ഇതിലാണ് ടാൻ. പാൻ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്? പാന് ഇൻകം ടാക്സിന്റെ സൈറ്റിനകത്ത് കയറിയിട്ട് അവിടുന്ന് നമ്മൾ എന്ത് കൊടുത്തു അല്ലേ? ഇത് വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് ടാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതാണ് ടാൻ ആപ്ലിക്കേഷൻ 49B എന്നുള്ളതാണ് ഈ ഒരു ഫോമിൻ്റെ പേര്. നിങ്ങളിവിടെ തന്നെ ഫസ്റ്റ് കാണുന്ന ടാൻ ആപ്ലിക്കേഷൻ കാണുമ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ടാബിൽ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ടാൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ NSDL എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളെ. ഒന്ന് ആവശ്യമില്ലാത്ത ആളുകൾ ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഡൗട്ടുള്ള ആളുകൾ ചോദിച്ചോളൂ, ബാക്കിയുള്ള ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. ഇത് വളരെ സിമ്പിളാണ്. ആദ്യം ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു കുറച്ച് ടെൻഷൻ ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ 2 3 ഒക്കെ ചെയ്യുന്ന സമയത്ത് എത്ര സിമ്പിൾ ആയിരുന്നു നമുക്ക് തോന്നും. അപ്പം നിലവിൽ ടി ഡി എസ് ഒക്കെ പഠിക്കുമ്പോൾ ആരും ഒരു പക്ഷേ പാൻ എങ്ങനെയാണ് ടാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പഠിക്കുന്നുണ്ടാവില്ല. ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് പോയുള്ളൂ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്യുള്ളൂ. കാരണം ചെയ്ത് പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു പോകാനേ നിർവാഹമുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോകണം അതിനെക്കുറിച്ചിട്ട്. ഇതാണ് ഇതിൻ്റെ ഫോം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ടാൻ ഫോം 49B. ഈ ഫോം ചില സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പം എക്സാമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫോം 49B എന്നാണ് ഈ ഒരു ഫോമിൻ്റെ പേര്. ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നുണ്ട്. ഈ ഗൈഡ് ലൈൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫ്രീ ടൈം ആവുമ്പോൾ സമയത്ത് ഒന്ന് വായിച്ച് നോക്കിക്കോളും. ഹിന്ദിയിലാണ്. ഈ ഹിന്ദിയിൽ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് പിന്നെ അതിന് പിന്നാലെ പോകണ്ട. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അക്നോളജ്മെൻറ്റ്, കൺഫർമേഷന്, ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഈ ഒരു സൈറ്റിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിന് നമുക്ക് വരുന്ന ഫീസ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇതിന് ഫീസ് വരുന്നത് 77 രൂപ. നമ്മൾ നോർമലി വാങ്ങുന്ന എല്ലാവരും 1000+ വാങ്ങാറുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറഞ്ഞത് 65 ടാക്സ് ആണ്. 65 rupees + 18% ടാക്സ്, 77 രൂപ. ബാക്കിയെല്ലാം നമുക്ക്
കൺസൾട്ടിങ് ഫീസായിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ. പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി DD, ചെക്ക്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ്. GST പോലെ UPI പരിപാടികൾ ഇതിനകത്തില്ല. നെറ്റ് ബാങ്കിങ് ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഓക്കെ. ഇന്നിങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്നെ പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള. ഇനി ഇതെല്ലാം നമ്മൾ സക്സസ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം. സൈൻ ചെയ്തിട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. ഓൺലൈനിലാണ് പരിപാടിയെങ്കിലും ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് സൈനിങ് ചെയ്ത്, അപ്പോൾ ഏത് സാധനമാണ് അയക്കേണ്ടതെന്ന് ഞാൻ പറയാം. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാനുണ്ട്. ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് നമുക്ക് പ്രിൻ്റ് കിട്ടും. ആ പ്രിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോട്ടീൻ ഈഗോ ടെക്നോളജി ലിമിറ്റഡ്, 4th ഫ്ലോർ, സഫയർ ചാമ്പേഴ്സ്, ബാനർ റോഡ്, ഈ സാധനമല്ല, ഈ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ആ സമയം നോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാണ് അഡ്രസ്സ്. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ അഡ്രസ്സ് എന്തെങ്കിലും മാറുകയാണെങ്കിൽ ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? അയച്ചു കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 days ഉണ്ടെങ്കിൽ അവിടെ എത്തണേ. പിന്നെ ഈ ലോക്കൽ എന്താ പറയുക കൊറിയറിലൊക്കെ വിട്ട് തിരിഞ്ഞ് കളിച്ച് പോകുന്നതിലേറെ നല്ല കുറച്ച് ഫാസ്റ്റായിട്ട് സൂപ്പർ ഫാസ്റ്റായിട്ട് വിട്ടുകൊണ്ട് നമുക്ക് വളരെ അത്യാവശ്യം ക്ലൈൻറ്റിന് എങ്ങനെ മെയിൽ അയക്കാൻ പറ്റൂല? അല്ല മെയിലല്ല, ഓഫ്ലൈൻ ആയിട്ട് തന്നെ അയക്കണം. ഓക്കെ. ഈ വേറെ വഴിയുണ്ട്. വേറെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ DSC, ഡിജിറ്റൽ സിഗ്നേച്ചർ എല്ലാവരും കേട്ടിട്ടുണ്ടോ? DSC ഞാൻ കാണിച്ചു തരാം. അത് നമ്മളെ GST റിട്ടേൺ ചെയ്യുമ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിലല്ലേ? GST റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ കാണാം. ഇതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓക്കെ. കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പെൻഡ്രൈവ് പോലത്തെ സംഭവമാണിത്. ഇത് ജസ്റ്റ് നമ്മൾ ഈ സൈൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ പെൻഡ്രൈവ് ഒന്ന് സിസ്റ്റത്തിനകത്ത് കുത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഓപ്ഷൻ ഇങ്ങനെ വരും. മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുള്ള ആളുകൾ. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ GST ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. GST നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫയൽ വിത്ത് DSC, ഫയൽ വിത്ത് EVC എന്നാണ്. ഒന്ന് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡും കാണും, മറ്റൊന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ കോഡ് DSC എന്ന് കാണും. ആ DSCയിൽ ക്ലിക്ക് ചെയ്ത് പെൻഡ്രൈവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ബോക്സ് വരും. ആ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ സംഭവം. അത് ഈ ടാനകത്തുണ്ട്. ഞാൻ പോകുന്ന വഴിക്കത് കാണിച്ചു തരാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പണികൾ കുറയും. ഇല്ല, പണികൾ ഒരുപാട് കുറയും. നമുക്ക് സ്പീഡാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു പാന് അപേക്ഷിക്കാൻ വേണ്ടി പോവാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒന്ന് അപേക്ഷിക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഗൈഡ് ലൈൻസ് വരും. ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം താഴെ എന്തൊക്കെ തരത്തിലുള്ള കമ്പനികളാണ് അയച്ചു കൊടുക്കേണ്ട എല്ലാ ഡീറ്റെയിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണോ ഓരോന്നോരോന്ന് എല്ലാം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനകത്തേക്കൊക്കെ പോയി ചെയ്യുന്നതിന് മുമ്പ് വായിച്ചാൽ നല്ലതാണ്. പക്ഷെ അങ്ങനെ വായിച്ച് ചെയ്യാൻ മാത്രം ഒരുപാട് തെറ്റ് സംഭവിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. എന്നാലും രസത്തിന് ഏതായാലും ഇരിക്കല്ലേ, വൺ ടൈം അല്ലേ നമ്മളിത് വായിക്കുള്ളൂ, പിന്നെ കാഷ്വലായിട്ട് പോകുമല്ലോ. അപ്പോൾ വായിച്ചാൽ നല്ലതാണ്. ഇവിടെ അപ്ലൈ ഫോർ ന്യൂ 10 ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ അപ്ലൈ ഫോർ ന്യൂ 10 ഫോർ DSC യൂസേഴ്സ് എന്നൊരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. DSC യൂസേഴ്സ്, അതായത് ആ പെൻഡ്രൈവ് പോലെയുള്ള സാധനം കയ്യിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു യൂട്ടിലിറ്റി ഉണ്ട്. ആ യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കാര്യങ്ങൾ ചെയ്ത് അതിനകത്ത് ചെയ്തിട്ടാണ് കൊടുക്കുക. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ GSTയുടെ ഫയലൊക്കെ ഓഫ്ലൈൻ ആയിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂട്ടിലിറ്റി വഴി എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്യുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും. ഓക്കെ. ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്ന ആളുകൾ അതേപോലത്തെ ഒരു യൂട്ടിലിറ്റി ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാം നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നമുക്ക് ആരൊക്കെയാണ് സാധാരണ രീതിയിൽ ഇതിങ്ങനെയാണ്. ഈ ഒരു സാധനം ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, ഇതിങ്ങനെ ഒഴിവാക്കി വിടുകയാണ്. നമ്മളിപ്പോൾ DSC ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ കാറ്റഗറി ഓഫ് ഡിഡക്റ്റേഴ്സ് ചെയ്യുന്ന ആളുകളുടെ കാറ്റഗറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതുണ്ടോ, സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണമസ് ബോഡി, കമ്പനി, ബ്രാഞ്ച്, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ കമ്പനി ഇതിനകത്ത് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം നമ്മൾ നോക്കാം.
അപ്പോൾ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ സാഹചര്യം, ഇത് എല്ലാ സമയത്തും നിങ്ങൾക്ക് ആവശ്യം വന്നോളണമെന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് TDS കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് ടാൻ്റെ ആവശ്യമില്ല. കട്ട് ചെയ്യാത്ത ഒരു അങ്ങനത്തെ ഒരു ഫേം ആണെങ്കിൽ അവർക്ക് ആവശ്യമില്ല. ഇനി ചില ആളുകൾ ഓൾറെഡി കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും, അവർക്ക് ഓൾറെഡി ടാൻ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അവർ ടാൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും CA-കാരനായാലും ചെയ്യുന്നത് ഒരേ പ്രോസസ്സാണ്, ഒരേ സൈറ്റ് വഴി തന്നെയാണ് ചെയ്യുന്നത്, വേറെ പ്രത്യേക സൈറ്റുകളൊന്നുമില്ല. അപ്പം ഇനി ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വന്തം ചെയ്യാനുള്ളൂ, ഇതിനകത്ത് വലിയ തെറ്റുകളൊന്നും സംഭവിക്കാനൊന്നുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം GST ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഇൻപുട്ട് നമ്മൾ ക്ലെയിം ചെയ്തോ ഇങ്ങനെയുള്ള കുറേ പേടികളൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കേസിലായാലും ഇങ്ങനെ തന്നെയാണ്, ഗവൺമെൻറ്റിലേക്ക് ചലാൻ ക്രിയേറ്റ് ചെയ്യുന്ന കേസിലായാലും സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷേ ഈ സാധനം വല്ലാണ്ട് പഠിപ്പിക്കാത്തതുകൊണ്ട് ഇതൊരു ഭീതിയുള്ളൊരു സാധനം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് TDS അത് ഭയങ്കര പറയുന്ന പ്രശ്നമാണ്. അതിൽ ഒരുപാട് ഫോമുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. 194A, 194B, 194C ഇങ്ങനെ വേണ്ട ഒരുപാട് ഫോമുകളുണ്ടാവും. ഈ ഫോമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു തലവേദന ആയിരിക്കും, ഇതെന്താ ഇത്രയും സെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുള്ള. അതല്ലാത്ത രീതിയിലുള്ള ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അത് കൂളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, കമ്പനി ഉണ്ട്, ഫേം ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സണലുണ്ട്. ഞാൻ ജസ്റ്റ് കമ്പനി ഒന്ന് സെലക്ട് ചെയ്യാം. കമ്പനി, ഓക്കെ. കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലതു ഭാഗത്താണ് സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇനി ആരെങ്കിലും എഴുതി വെച്ച് പോകുന്നെങ്കിൽ എഴുതി വെച്ച് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, എഴുതിയാൽ നല്ലതാണ്. ആരെങ്കിലുമൊക്കെ എഴുതി ഗ്രൂപ്പിനകത്ത് നോട്ട് ഇട്ടാൽ ബാക്കി ആളുകൾക്ക് അത് കോപ്പി ചെയ്യാം. അപ്പോൾ കമ്പനി എഴുതാം, എന്നിവിടെ സെലക്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. സെലക്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു ഫോമാണ് വരുന്നത്. ഫോൺ നമ്പർ 49B 203A എൻറോൾ 114A എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഒരു ഫോമാണ് വരുന്നത്. മിസ്റ്റേക്ക് ഇല്ലാണ്ടിരിക്കാൻ ഈ ഒരു ഗൈഡ് ലൈൻസ് ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, ചെയ്യാം. ഇവിടെ കാണാം ഏരിയ കോഡ്, AO ടൈപ്പ്, റേഞ്ച് കോഡ്, AO നമ്പർ, ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇവിടെ നിന്നാണ് നമ്മൾ ഫില്ല് ചെയ്ത് പോകേണ്ടത്. ഇതിങ്ങനെ ഫില്ല് ചെയ്ത് താഴത്തെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞത്. സിമ്പിളാണ്, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ ഏരിയ കോഡ്, നിങ്ങളുടെ ഏരിയ കോഡാണ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഏരിയ കോഡ്, ഏരിയ ടൈപ്പ്, റേഞ്ച് കോഡ്, AO നമ്പർ. സാധാരണ രീതിയിൽ ഇതൊന്നും നമ്മുടെ മൈൻഡിനകത്ത് ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് ചിലപ്പോൾ എറണാകുളത്തുള്ള ആളായിരിക്കും, ചിലപ്പം കോഴിക്കോടുള്ള ആളായിരിക്കും, ചിലപ്പോൾ വേറെ എന്താ പറയുക സ്റ്റേറ്റിലുള്ള ആളുകളായിരിക്കും. ഇതൊക്കെ ഇതിനകത്ത് സംഭവിക്കും. അപ്പോൾ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യൽ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഏരിയ കോഡ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ആലോചിച്ച് വെക്കൊന്നും വേണ്ട. ഇതിൻ്റെ മുകളിലുണ്ടോ ഡോണ്ട് നോ AO ഡീറ്റെയിൽസ്, ക്ലിക്ക് ഹിയർ. ഏറ്റവും ഇതിൻ്റെ ടോപ്പിൽ കാണാം, കണ്ടില്ലേ? ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സംഭവങ്ങളോട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ. അപ്ലിക്കേഷൻ ഫോർ ടാൻ ആർ റിക്വയർഡ് ടു പ്രൊവൈഡ് ദ ഏരിയ കോഡ് ഓഫ് ദിയർ അപ്ലിക്കേഷൻ. ദിസ് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഇൻകം ടാക്സ് ഓഫീസ്. ഓക്കെ, AO code is combination of area code, AO type, range code and AO number. ഇതെങ്ങനെയാണ് നമ്മളിത് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. വിശദമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കും. ഇപ്പോൾ നമ്മുടെ പരിപാടി കോഴിക്കോട് ആയതുകൊണ്ട് ഇവിടെ ജസ്റ്റ് A to Z എന്നുള്ള താഴത്ത് കണ്ടോ സെർച്ച് ഓൺ സിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് സിറ്റി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അടുത്തടുത്ത് കിട്ടും. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് T എന്ന് അടിച്ചു കൊടുക്കാം. T ഉണ്ട്. അപ്പം ടീയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഈ പിന്നെ ഏരിയ കോഡുള്ള ആ ഒരു സിറ്റീസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അല്ലെങ്കിൽ ടീയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഇത് തിരുപ്പൂർ കേരളത്തിലല്ല, തൃശ്ശൂർ, തിരൂർ. താരം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. തിരൂരോ? മൂന്നാമത്തെ. തിരൂർ എടുക്കാം. ഇനി ഓരോ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ കോഴിക്കോട് വേണ ആൾക്ക് എന്തുണ്ടോ കെ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കോഴിക്കോട് വരും. കെ എന്നുള്ള കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, കൊൽക്കത്ത ഉണ്ട്, കൊച്ചി ഉണ്ട്, കോട്ടയുണ്ട്, എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ നമ്മൾ ആദ്യം ഏരിയ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കെ ആണെങ്കിൽ T കൊടുക്കല്ലേ, തിരൂർ കൊടുക്കാം. തിരൂർ ഫർക്ക് പൈൻ നാടാണോ? അവിടേക്ക് വരുമോ?
നമ്മൾ മൊത്തം കേരളത്തിൽ മൊത്തം ഓക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്നെക്കാട്ടിൽ അറിയുന്ന ആൾ നിങ്ങളാണെന്ന് തോന്നുന്നുണ്ട് ഗ്രൂപ്പിനകത്തൊക്കെ. ഓക്കെ. ഇപ്പൊ നമ്മൾ തിരൂർ എടുക്കാം. ഓക്കെ. തിരൂർ എടുക്കുമ്പോൾ ഏരിയ കോഡ് വന്നു, AO ടൈപ്പ് വന്നു, റേഞ്ച് കോഡ് വന്നു, AO നമ്പർ വന്നു. ക്ലിയർ അല്ലേ? എല്ലാം വരും ട്ടോ ഒന്നിച്ച്. എല്ലാം ഒന്നിച്ച് വരും. എറണാകുളം എടുക്കാം. ഓക്കെ. തൃശ്ശൂർ, ഇങ്ങനെ നമുക്ക് ഏതാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം എന്ത് ചെയ്യാം, ഇവിടെ എടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഡീറ്റെയിൽ അവിടുത്തെ 2 സാധനങ്ങളും ഇവിടെ വരും. നമുക്ക് എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ AO സ്ഥലത്താണ്. ഒന്നുകിൽ നമ്മൾ ഈ സാധനം KRL WT64 ഇതൊക്കെ മൈൻഡിൽ എഴുതി വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കൊണ്ടുപോയി എടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് അതിൻ്റെ റീജിയണും അതിൻ്റെ കേസുകളും ജൂറിസ്ഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കോളെ. ഇപ്പോൾ ഞാൻ ഈ ഒരു സർക്കിൾ TDS ട്രിവാൻഡ്രം ആണെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. സിമ്പിൾ പ്രോസസ്സ്. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയി എല്ലാം മാനുവൽ ടൈപ്പ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവങ്ങൾ ഇവിടെ വരും. അപ്പോൾ ഏരിയ കോഡ് വന്നു, AO ടൈപ്പ് വന്നു, റേഞ്ച് കോഡ് വന്നു, AO നമ്പർ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ എടുക്കാം. ഇപ്പോൾ നമ്മൾ GSTൻ്റെ ഒക്കെ ഒരു ജൂറിസ്ഡിക്ഷൻ പറയുമല്ലോ, പരിധി, റേഞ്ച്, സർക്കുലർ, വാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അതേപോലത്തെ ഒരു സംഭവമാണ്. ഇതൊന്ന് മനസ്സിലാക്കാം. ഇതൊരു ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ചെയ്തു പോയിക്കൂടെ? കോൺഫിഡൻസ് ഇല്ലേ ആർക്കും? ഒന്നും മിണ്ടാത്ത സെറ്റ് അല്ലേ? തെറ്റാണ്, പൊളിയാണ്. ഇങ്ങനെയൊക്കെ സാവകാശം പറഞ്ഞു തന്നിട്ട് ആരെങ്ങനെയൊക്കെ പറഞ്ഞു തരാം. 1000 മേശപ്പുറത്ത് കൂടെ വെക്കട്ടെ, അങ്ങനെ ചെയ്യാം. ഓക്കെ. ഫാറൂഖ് ഭായി, ഇനി ഗൾഫിൽ നിന്നൊക്കെ തിരിഞ്ഞു അവിടെ നിന്ന് ഇപ്പോൾ TDS എന്തായാലും ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് അത് പോരി. വരണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പില്, ഞാൻ അങ്ങോട്ട് നിങ്ങളെ അടുത്തേക്ക് വരണ്ട് എന്ന് പറഞ്ഞല്ലോ. പോരുണ്ടോ? നാട്ടിൽ പോരുണ്ടോ? ഞാൻ ഒഴിവാക്കി നിങ്ങളെ അടുത്തേക്ക് വരാറുണ്ട്. നിങ്ങളിങ്ങോട്ട് ആ ഒരു നേരം കെട്ട് നിങ്ങള് മൂടുന്നില്ല. നിങ്ങളൊന്ന് മൂടി കിട്ടിയാൽ ഞാൻ വരും. ആ നമുക്ക് അങ്ങനെ ഇല്ല, ആയിരിക്കാം. അനിൽക്ക? ഉള്ള പണി കളയണ്ട കേട്ടോ. ഫുള്ള് മെച്ചത്തിലാണല്ലോ, യൂട്യൂബ് കോഡ് ഉണ്ടല്ലോ. യൂട്യൂബൊക്കെ ഇട്ടിട്ട്. ഓക്കെ. അപ്പോൾ നോക്കാം, ഏരിയ കോഡ് KRL, AO CT, റേഞ്ച് 64, ഈ സംഭവങ്ങൾ അടിച്ചു നോക്കാം. ഇനി നമ്മൾ പറഞ്ഞ ഈ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾക്ക് ഇതാണ് പറഞ്ഞത്. അയാൾ ലേബിൾ എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുണ്ട്, പക്ഷെ എൻ്റെ സൈഡിൽ എന്തില്ല, ടാൻ നമ്പർ ഇല്ല, കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യണത്. അത് നമ്മളൊക്കെ അപ്രൂവ് എന്ന് പറയുന്ന ആ സംഭവമാണിത്. ഈ നമ്മൾ നേരത്തെ കുറെ ടൈപ്പ് സെലക്ട് ചെയ്തില്ലായിരുന്നു. നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്തു, അതിന് മുമ്പിൽ സെൻട്രൽ ഗവൺമെന്റ്, കമ്പനി, ഫോംസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങളില്ലായിരുന്നോ? ഹലോ, ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് ആ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പൊ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇതൊരു ഇതിനെന്താ കളർ വരെ, പർപ്പിളോ, ലൈറ്റ് പർപ്പിൾ അല്ലേ? കളർ സെൻസ് ഭയങ്കര കുറവുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആണ് ചോദിച്ചാൽ പർപ്പിൾ എന്നല്ലേ ഇനി പറയാം, ലൈറ്റ് പർപ്പിൾ. ഈ ലൈറ്റ് പർപ്പിൾ വരുന്ന സാധനം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് ഡിയാക്റ്റീവ് ആണ്. നമ്മൾ കമ്പനി സെലക്ട് ചെയ്തുകൊണ്ട് കമ്പനി വന്നു. ഓക്കെ, കമ്പനി സെലക്ട് ചെയ്തുകൊണ്ട് കമ്പനി വന്നു. നമുക്ക് വേണ്ട അപ്രോപ്രിയേറ്റ് കാറ്റഗറി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഈ കമ്പനിയിൽ തന്നെ 2-3 ഫോർമാറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഏതാണെന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ബ്രാഞ്ച് ആവട്ടെ, ഈ കേസുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, പർപ്പിളിൽ ഓഫായി കിടക്കുന്നുണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ കമ്പനി ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയാണ്, അതുകൊണ്ട് എൻ്റെ ആ കമ്പനീൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, തൽക്കാലം ഞാൻ ഫുൾ അടിക്കുന്നില്ല, ഇത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൂ. കമ്പനിയുടെ പേര് മുഴുവനായിട്ടും ഇവിടെ തന്നെ എഴുതി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% കമ്പനികൾക്കും പാൻ കാർഡ് ഉണ്ടാവും. ആ പാൻ കാർഡിൽ എങ്ങനെയാണോ അവരുടെ പേര് എഴുതി നോക്കുക, ആ പാൻ കാർഡിൽ അതേപോലെ എന്ത് ചെയ്യാം, അവരുടെ നിന്ന് ചോദിച്ചാൽ മതി പാൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ആ പാൻ കാർഡ് നോക്കുക, കമ്പനിയുടെ പേര് എങ്ങനെയാണോ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ആരാണ് പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പേയ്മെന്റ് ആൻഡ് കളക്ടിങ്, ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? അപ്പോൾ നമുക്ക് MDൻ്റെ പേര് ആരെങ്കിലും കൊടുക്കാം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് കൊടുക്കണം നിങ്ങളെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം. കറക്റ്റ് കൊടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എവിടെയോ പ്രശ്നം നടക്കുന്നു. കിട്ടിയോ?
കാര്യങ്ങളൊക്കെ ഇതേപോലെ അടിച്ചു കൊടുക്കാം. നെയിം എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകത്തില്ല. ഇന്ത്യൻ ആണോ ഫോറിൻ ആണോ എന്നുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡിഡക്റ്റ് ചെയ്യുന്ന ഈ ഒരു സാധനം. കാരണം ഓരോരുത്തരും ഓരോ കാറ്റഗറിയാണ് വരുന്നത്. പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ അടുത്തില്ല. നമ്മൾ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാം. TDSും TTSും TCSും കൊടുക്കണ്ടല്ലോ. ഇല്ല ടാൻ നമ്മൾ എടുക്കാൻ വേണ്ടി പോകണല്ലോ. എക്സിസ്റ്റിംഗ് ആയിട്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ സാധനം കൊടുത്താൽ മതി. ഓക്കെ, ഒന്നില്ല സ്വാഭാവികം, അപ്പോൾ അവിടെ കൊടുത്തുന്നുള്ളൂ. ഈ അവിടെ ബ്രാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇഫ് എനി എന്നുള്ള. ഓക്കെ, അപ്പൊ ഒരു കമ്പനിക്ക് 2 ടാൻ നമ്പർ കിട്ടുമോ? ഇത് ആവശ്യമില്ലല്ലോ. പിന്നെ ആ ഓപ്ഷൻ അവിടെ വരാൻ കാരണം എങ്ങനെ? ഒരു കമ്പനിക്ക് 2 ടാൻ ഉണ്ടാവുമോ? ഇല്ല, പിന്നെ ആ ഓപ്ഷൻ അവിടെ വരാൻ പാടില്ല. നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. കംപ്ലൈൻറ്റ് ചെയ്യണമല്ലേ? അതിലെന്തെങ്കിലും റീസൺ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും. അങ്ങനത്തെ കേസ് നമ്മൾ സാധാരണ ഇതിൽ ചെയ്യാറില്ല. നമ്മൾ ഗ്രൂപ്പിൽ ഇടുക, ഞങ്ങൾ ചർച്ച നടന്നോട്ടെ. ചർച്ച നടത്താം. ഓക്കെ, അപ്പോൾ GST നമ്പർ അവിടെ കൊടുക്കാം. പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എപ്പോഴും നല്ലത് നെറ്റ് ബാങ്കിങ് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സേവ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത എന്തോ സംഭവങ്ങൾ ഇല്ലാണ്ടായിട്ടുണ്ട്. അവിടെ ടിക്ക് ചെയ്തെടുക്കാം. ടിക്ക് ചെയ്തിട്ടില്ല. ഇത് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുമ്പോട്ടേക്ക് പോകില്ല. ഓക്കെ, വാലിഡ് പാൻ. ഓക്കെ, ഇനിയുണ്ട് എന്താ പറഞ്ഞു, ആരുടെ പ്രശ്നം ഉണ്ടാക്കുന്ന? ഓക്കെ, ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഡമ്മി ഡാറ്റ ആണ് കൊടുത്തത്. കറക്റ്റാക്കി ചെയ്ത് പോകണം കേട്ടോ. അടുത്ത സ്റ്റേജിലേക്കൊന്നും ഞാൻ പോകാത്തതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. ഇതെല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ പേയ്മെന്റ് ആണ്. ഈ ഒരു ക്യാപ്ച അടിച്ചു കൊടുക്കാം. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ, ആരൊക്കെയോ സൗണ്ട് വരുന്നുണ്ട്. ഈ ക്യാപ്ച അടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണല്ലോ. 1000 രൂപയ്ക്ക് മുതലാണല്ലോ. 1000 രൂപയ്ക്ക് എന്നും മുതലാവും. ഓക്കെ, ഈ സാധനം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു ഓപ്ഷൻ 1000 എന്നല്ല കേട്ടോ, സാധാരണ വാങ്ങുന്നത് 2500 3000 രൂപ ഒക്കെ വാങ്ങി പോകാറുണ്ട്. ഈ സാധനങ്ങൾ അടിച്ചു കൊടുക്കാം. എങ്ങനെ? ഓക്കെ, ഇവിടുന്ന് ഈ സംഭവങ്ങൾ അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ നെറ്റ് ബാങ്കിങ്ങിലേക്ക് പോകും. നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഇൻ്റർഫേസിലേക്ക് പേയ്മെൻറ്റ് 77 രൂപേൻ്റെ പേയ്മെൻറ്റിൻ്റെ ഇൻ്റർഫേസിനകത്തേക്ക് പോകും. ആ ഇൻ്റർഫേസിനകത്ത് പോവാം. നമ്മൾ എല്ലാ കാര്യങ്ങളും അടിച്ചു കൊടുത്ത് ഫോണിൽ OTP എടുത്തു കഴിഞ്ഞാൽ 77 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമുക്ക് ഇതിനൊരു ഡ്രാഫ്റ്റ് കോപ്പി കിട്ടും. ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഒരിക്കലും റിഫ്രഷ് ചെയ്യരുത്. ആ ഡ്രാഫ്റ്റ് കോപ്പി കിട്ടുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമ്മൾ പറയില്ലേ, റിഫ്രഷ് ചെയ്യുകയും ചെയ്യരുത്, ബാക്ക് അടിക്കുകയും ചെയ്യരുത്. അപ്പോൾ ആ നേരത്ത് അതിങ്ങനെ ഇറങ്ങിയൊരു ഡ്രാഫ്റ്റ് കോപ്പി ആയിട്ട് വരും. ഈ ഡ്രാഫ്റ്റ് കോപ്പിയിൽ നമ്മൾ കൃത്യമായിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് മറ്റേ അഡ്രസ്സിനുള്ളിലേക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. വിത്തിൻ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ അവിടെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാൻ എന്തായി, പരിപാടികൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിക്ക് മാത്രം എടുക്കാൻ പറ്റും, ഒരു പേഴ്സണിന് എടുക്കാൻ പറ്റില്ല. എങ്ങനെ? ഡിഡക്റ്റ് ചെയ്യുന്ന എനിബഡി ആരാണെന്ന് വെച്ചാൽ അവൻ എടുക്കണം. 2500 രൂപ കിട്ടി അല്ലേ? ഇതാണ് ടാൻ. ഇത് വളരെ സിമ്പിൾ സാധനമാണ്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഇതാണ്, ടാന് അല്ലെങ്കിൽ TDS എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സെക്ഷൻസ് വരുന്നോണ്ടുള്ള ഒരു ടെൻഷൻ മാത്രമാണ് TDSനകത്തുള്ള. അത് ഒരുപാട് സംഭവം പഠിക്കാനൊന്നുമില്ല ഇതിനകത്ത്. ഇനി നമ്മൾ പേയ്മെന്റ് സൈറ്റിനകത്ത് കയറി എടുത്ത് കൊടുക്കാനൊക്കെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി പാൻ കാർഡ് എടുക്കാനും ടാൻ കാർഡ് എടുക്കാനും ശ്രമം നടത്തിക്കൂടെ? ഒറ്റക്ക് അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചെറിയൊരു ഹെൽപ്പ് നമ്മളൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ഗ്രൂപ്പിനകത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കാവുന്ന കേസല്ലേ ഉള്ളൂ. ഹലോ, ധൈര്യമല്ലേ? എല്ലാവരും വീഡിയോയിൽ വന്നേ. ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നു? ആകെ എല്ലാരും കാണട്ടെ. ഒരു 19 ആളുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 30 ആളുകളൊക്കെ വീഡിയോയിലുള്ളൂ. ബാക്കിയൊക്കെ വീഡിയോ ഇല്ലാത്ത ആളുകളെ പഴയ പോലെ പുറത്താക്കാൻ തോന്നുന്നു, അല്ലേ ഫാറൂഖ് ഭായ്? അതെ വീഡിയോയിൽ അതെ വരാത്ത അതെ. ആളുകൾ മുമ്പ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഓക്കെ, പാൻ കാർഡ് എടുത്തൂടെ? പാൻ കാർഡ് എടുത്തൂടെ? ടാൻ എടുത്തൂടെ? ഈ ഒരു സെഷനിൽ നിന്ന് ടാൻ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? അല്ലേ? അതെ. ആണെങ്കിൽ ഇന്റെ ആണല്ലോ. ഒരു പാൻ കാർഡ് എടുക്കാം. എത്ര പണിയുള്ളൂ? എന്തൊക്കെയാ ചെയ്യേണ്ടത്? എങ്ങനെയാ ചെയ്യാ? ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ടാൻ എങ്ങനെ എടുക്കാം? ഗൂഗിളിൽ കയറുക, ടാൻ ഗൂഗിൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആപ്പ് എടുക്കാം. ടാൻ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ എന്തോ ചോദിക്കൂല്ലേ, നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണോ ചോദിക്കും. ആ ഒരു ഫേം ആണെങ്കിൽ ഫേം, മിക്കവാറും ഫേംസ് ഒക്കെ കിട്ടും, പാർട്ണർഷിപ്പ് ഫേം കിട്ടും, കമ്പനി കിട്ടും, പല രീതിയിലുള്ള ആളുകൾക്ക് കിട്ടും. അതെന്താണെന്ന് സെലക്ട് ചെയ്യാം. ഏരിയ കോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളെ മനസ്സിനകത്തുണ്ടെങ്കിൽ ആ സാധനം അടിച്ചു കൊടുക്കാം. കമ്പനിയുടെ പേര്, കമ്പനിയുടെ അഡ്രസ്സ്, മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുക. ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുന്നു, മുമ്പോട്ടേക്ക് പോകുന്നു, നെറ്റ് ബാങ്കിങ്ങിലേക്ക് പോകുന്നു, പേയ്മെന്റ് എടുക്കുന്നു. പേയ്മെന്റ് അടിച്ച് ഈ 27 രൂപ നെറ്റ് ഉള്ളൂ. ബാങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ക്ലയന്റിന്റെ നെറ്റ് ബാങ്കിങ് വാങ്ങി ചെയ്യരുത് കേട്ടോ. കാരണം 77 രൂപ അവിടെ പേയ്മെന്റ് പോകുന്ന അവർ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കോൺഫിഡൻസ്, കാരണം നിങ്ങൾ 1500 2000 പറയും ചെയ്യും. 77 രൂപ വരെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇല്ല? അതിലെ ചെറിയ പ്രശ്നമല്ലേ? അതെ, ചെറിയ 100% മാർജിൻ ലാഭം എടുക്കാം, 1000% ലാഭം എടുക്കരുതെന്നില്ലേ? അങ്ങനെ പറയില്ലേ? പക്ഷെ ഇപ്പൊ എത്ര ഇരട്ടി പ്രോഫിറ്റ് വാങ്ങിക്കുന്നത്? 77 പോണുള്ളൂ, 2500 മേടിക്കണം. അപ്പൊ എത്ര ഇരട്ടി 77 ഒരു കൊറിയറിന്റെ ചാർജും ആ, ഒരു 50 രൂപ ഇല്ലേ? 100 രൂപേന്റെ അടുത്ത് കൊറിയറും ഇല്ലേ? അനുഷ്ക നമ്മളൊരു ഓഫീസിലാ. ഓഫീസിലാ. ഓഫീസൊക്കെ ഇട്ട നല്ല പരിപാടി കേട്ടോ. കുറച്ച് അക്കൗണ്ട്സ്, കുറച്ച് GST, കുറച്ച് TDSന്റെ ഫയലിംഗ്, ഇൻകം ടാക്സിന്റെ ഫയലിംഗ്, ഇത് മാത്രം ഉണ്ടെങ്കിൽ എന്തെന്നായാലും ജീവിതം മുന്നോട്ട് പോകും. സംശയമില്ല, ഒരു സംശയമില്ല. അങ്ങനെ ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്, നമ്മൾ കൺസൾട്ട് ചെയ്ത് വിട്ട ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഒരാളുടെ രണ്ടാളുടെ ഒരു കുടുംബം കഴിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 5 GSTന്റെ ഫയലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെന്നായാലും ഒരു 10-12 രൂപ കൺസിസ്റ്റന്റ്ലി ഇൻകം കിട്ടും. അവരുടെ തന്നെ അക്കൗണ്ട്സ് വർക്കുകൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയിരിക്കാം. പിന്നെ ചെറിയ ചെറിയ പരിപാടികൾ, ഓൺലൈൻ സെല്ലിങ്ങിന്റെ ഒക്കെ കാലഘട്ടമാണല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചേക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാലഘട്ടമല്ല ഈ ഒരു കാലഘട്ടം. ഇത് ക്ലിയർ കഴിഞ്ഞിരിക്കുകയാണ്, ഇല്ലേ? അപ്പൊ പാൻ കാർഡ് എടുക്കാൻ പറ്റും. പാൻ കാർഡ് എടുത്താലും പേയ്മെന്റ് പൈസ കിട്ടും, ടാൻ എടുത്താലും പൈസ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും ചൊറ എന്ന് നമ്മൾ പറയുന്ന കുറേ സെക്ഷൻസ് ഇതിനകത്ത് കയറി കയറി കിടക്കുന്നതുകൊണ്ടാണ്. ആ സെഷൻസ് നമ്മൾ കുറച്ച് സെഷൻസ് നമുക്കിങ്ങനെ പറഞ്ഞു പോവാം. വിശദമായിട്ട് നമ്മൾ ഓരോന്നോരോന്നും നമ്മൾ പറയും. എന്നാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാൻ നിങ്ങൾക്ക് മൈൻഡിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് പോകണം, നിങ്ങൾക്ക് ആവശ്യം വരും. ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു TDS പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഏതൊക്കെ പേയ്മെന്റ് നടക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഈവന്റ് നടക്കുമ്പോഴാണ് നമ്മൾ TDS കട്ട് ചെയ്യേണ്ടത്, ഏതിന്റെ ബേസിലാണ് കട്ട് ചെയ്യേണ്ടത്, എത്രയാണ് കട്ട് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞു പോവാന്ന് മാത്രം. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയും, അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അതിലൂടെയൊക്കെ നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് 2 കാലഘട്ടത്തിലൂടെ പോകണം. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പഴയ ഒരു സംഭവം ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചില ആളുകൾ പഴയ ഫോമിലായിരിക്കും നിങ്ങൾ ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പം പുതിയൊരു വർഷത്തെ, അപ്പോൾ ഈ ഒരു വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിലേക്ക് ഇത് ഉപയോഗപ്പെടും. മാത്രമല്ല പഴയ വർഷം എങ്ങനെ ആയിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലതു ഭാഗത്തുള്ള സംഭവം ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും TDSന്റെ കേസിൽ അറിയേണ്ടത്. ആദ്യം എക്സ്പെൻസിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഈ തരത്തിലുള്ള പേയ്മെന്റ് ആണ്, ഏത് ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്, അതാണ് ഈ പറയുന്ന ഈ ഒരു സംഭവത്തിനകത്ത് കിടക്കുന്നത്, നാച്ചർ ഓഫ് പേയ്മെന്റ്. പിന്നെ പറഞ്ഞത് ത്രെഷോൾഡ് ആൻഡ് ടാക്സ് റേറ്റ്. എത്ര രൂപ ത്രെഷോൾഡ് ഉണ്ട്, അതിന്റെ ലിമിറ്റ്, സീലിംഗ് ലിമിറ്റ്.
സീലിംഗ് ലിമിറ്റിൽ അതിന് എത്രയാണ് അപ്ലിക്കബിൾ ആവുന്ന ടാക്സ്. ഈ കാര്യങ്ങൾ മാത്രമാണ് അറിയേണ്ടത്. പിന്നെ എന്ത് ചെയ്യാം, അവൻ്റെ അടുത്ത് ഒരു പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ഇവൻ്റെ കയ്യിൽ ഒരു ടാൻ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം, മറ്റവൻ കൊണ്ടുപോയിട്ട് ഇൻകം ടാക്സ് അടക്കണം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഒരു പരിപാടി ഇല്ല ഇതിനകത്ത്. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി പോവാം. ഇതിനകത്ത് ഫസ്റ്റ് കാണുന്ന സെഷൻ 192 പേയ്മെന്റ് ഇൻ ദ ഫോം ഓഫ് സാലറി. ഇൻഫോം എന്ന് എഴുതിയതാണ്, കുറച്ച് സ്പേസ് വിട്ടാൽ മതി. പേയ്മെന്റ് ഇൻ ദ ഫോം ഓഫ് സാലറി. സാലറിന്റെ സ്ലാബ് റേറ്റ്, സാലറി എത്രയാണെന്ന് അറിയോ? സാലറിന്റെ സ്ലാബ് റേറ്റ്, സാലറി എത്ര വരെ ഇപ്പോൾ ടാക്സ് അടക്കണ്ട പുതിയ നിയമപ്രകാരം? എത്ര രൂപ വരെ ടാക്സ് അടക്കണ്ട ഇപ്പോൾ? up to 4 lakhs. സാലറി 4 പുതിയ lakhs. പുതിയ ഇൻകം ടാക്സിന്റെ പുതിയ സ്ലാബ് ഒന്നുണ്ടല്ലോ, 4 lakhs. 4 ലാക്ക് ആണോ? 12 lakhs അല്ലേ? 12 lakh. 12 ലക്ഷം രൂപയായില്ലേ? പുതിയ നമ്മൾ ഇതിൽ ബില്ലില്ലേ, പുതിയ പാർലമെന്റ് നമ്മളെ ഫിനാൻസ് ആക്ടിലൊക്കെ കയറിയില്ലേ സംഭവം? 12 ലാക്ക് സീതാറാമന്റെ ബഡ്ജറ്റിന്റെ സംഭവം കേട്ടില്ലായിരുന്നോ? ബഡ്ജറ്റിൽ 12 ലക്ഷം രൂപ വരെ എന്തില്ല, 12 ലക്ഷമാണ്. 12 ലക്ഷം രൂപയാണ്. അത് എങ്ങനെയാണോ സ്ലാബിൽ പറയുന്നത്, ആ സ്ലാബിൽ പറഞ്ഞ റേറ്റ് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വിശദമായിട്ട് ഇത് പഠിക്കേണ്ട കേസാണ്. നമ്മൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കും. 192 എന്നുള്ളതാണ് ഈ ഒരു സെക്ഷന്റെ പേര്. ജസ്റ്റ് എഴുതിക്കോളി, 192 എന്ന് പറഞ്ഞ സെക്ഷൻ എഴുതി വെക്കാം. പേയ്മെന്റ് സാലറി എന്നെന്ത് ചെയ്യാം, എഴുതി വെക്കാം. 192 ന്യൂ റെജീം അല്ലേ? ന്യൂ റേഞ്ച്. 12 ലക്ഷം. പഴയതില്ല, പഴയത് നോക്കണ്ട. അതില് ഗവൺമെന്റ് ജോലിക്കാരെന്തോ അവർക്ക് 12,70,75,000 ഉണ്ടല്ലോ, അതിൽ 70,000 കുറച്ച് അവർക്ക് ഡിസ്കൗണ്ടോ അങ്ങനെന്തോ കൊടുക്കുന്നുണ്ട്. അത് റിബേറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. നമ്മൾ ഇൻകം ടാക്സ് സെക്ഷനിൽ റിബേറ്റുകൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇപ്പൊ മനസ്സിലാക്കും. ജസ്റ്റ് പേയ്മെന്റ് ഓഫ് സാലറി മുകളിൽ എങ്ങനെയാണോ പറയണത്. അപ്പം ഏറ്റവും നല്ലത് ഇതുവരെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ക്യാഷ് വരുന്ന ആളുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സാലറി കിട്ടുന്നവരൊക്കെ കാണിച്ച് ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്തെങ്കിൽ സേഫ് സോണിൽ കൂടെ പോവാം. ഓക്കെ, 12 ലക്ഷം രൂപ വരെ വലിയ ടാക്സിന് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. രണ്ടാമത്തത് 192A. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ കേട്ടിട്ടില്ലേ, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. ഇത് അവരുടെ കേസിലാണ്. അങ്ങനെയുള്ള കമ്പനികളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന കേസാണ്. അപ്പോൾ അതും അതേപോലെ വിട്ടോളി, നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്ന വിഷയമല്ല. മൂന്നാമത്തെ കേസ് 193. പക്ഷേ ഈ ഒരു സെക്ഷനും നാച്ചുറൽ പേയ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ഹുക്ക് ചെയ്ത് പറയും, അവിടെ നിങ്ങൾ നോക്കിയാൽ മതി. 193 ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ സെക്യൂരിറ്റി ഇൻക്ലൂഡിങ് ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ സെക്യൂരിറ്റി. ഇതും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയുള്ളത് 194. ഇതൊക്കെ ഒരു സെഷനാണ് കേട്ടോ. നമ്മളത് പേയ്മെന്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരുന്നു ഇത് സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 194 പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ബൈ ഡൊമസ്റ്റിക് കമ്പനി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ബൈ ഡൊമസ്റ്റിക് കമ്പനി. അതിന് ത്രെഷോൾഡ് 10,000. ഇൻഡിവിജ്വൽ ഓർ HUF എന്ന് പറയുമ്പോൾ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആണ്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ബിസിനസ്, ഓർ HUF എന്ന് പറയുമ്പോൾ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി. ഈ ഫാമിലി റൺ ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ HUF എന്ന് പറയാം. പഴയ നമ്മളെ ഇവരെ ബിസിനസ് ഇല്ലേ, കർത്ത എന്നൊക്കെ പറഞ്ഞ നമ്മളെ ജയറാമിന്റെ ഒരു ബിസിനസ് ഇല്ലായിരുന്നു, എന്താണ് ജയറാമിന്റെ ഒരു ഫോം ഇല്ലേ, അതിന്റെ ഹിന്ദു ഇതിന്റെ ഫാമിലി ആ ബിസിനസ്സിന് കർത്ത അല്ല അതിന്റെ ഹെഡ്. ജയറാമിന്റെ ഒരു ഫിലിം സിനിമ ആണല്ലോ, എനിക്കറിയില്ല. ആരെങ്കിലും ഒരാൾ കണ്ട, ആരെങ്കിലും ഒരു ബിസിനസ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന മൂപ്പരായിട്ട് ബിസിനസിന്റെ മുകളിലായിട്ട് കഥ എന്തൊരു സംഭവം ഉണ്ട്, നമ്മൾ നോക്കി അങ്ങ് ഗ്രൂപ്പിനകത്ത് പറഞ്ഞോളെ, ഏതെങ്കിലും സംഭവം ഉണ്ടാവും. അതായത് അങ്ങനത്തെ ഒരു ബിസിനസ് സാധാരണ രീതിയിൽ ഹിന്ദു വിഭാഗമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് HUF എന്ന് അവിടെ വന്നത്, അത്രേ ഉള്ളൂ. മുസ്ലിം മതത്തിലെ ആളുകളൊക്കെ സ്വന്തം തടി നോക്കിയിട്ട് നേരത്തെ വേഗം പോകുന്ന ടൈപ്പുകൾ ആളുകളാണ്. മറ്റേത് പാരമ്പര്യം പിടിച്ചു നടക്കുന്ന അല്ലേ അനുപ്ക, അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഉണ്ടാവില്ല സാധാരണ. അതുകൊണ്ടാണ് അപ്പന നോക്കി പോകും. മറ്റൊരു ആ ഫാമിലി പൈതൃകം കുടുംബം അങ്ങനെ പോകുന്നതുകൊണ്ട്
അങ്ങനത്തെ ഒരുപാട് മറ്റൊരു ചെയ്യില്ലെന്നില്ല കേട്ടോ. ഈ പട്ടാണികളൊക്കെ ചെയ്യുന്ന പരിപാടിയില്ലേ, പട്ടാണീസ്, ഇവരൊക്കെ ഒരു ഫാമിലി ഓൺ ബിസിനസ്സുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. എനിവേ HUF എന്ന് പറഞ്ഞ സംഭവം അതാണ്, അതിന്റെ പെർസെൻറ്റേജ് പറയുന്നു. ഇനിയുള്ളത് 194A. 194A ഇത് ഒരു 90% ആളുകളുടെ പാൻ കാർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഫ്രം ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസസ്. ബാങ്കിൽ എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ, ചെറിയ ക്യാഷ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ക്യാഷ് ആണെങ്കിലും അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ബാങ്ക് കൊണ്ടുപോയി മാസം കൊണ്ടുപോയി ഇടും. ചില ബാങ്കുകൾ ഒന്നായിട്ട് ഒരു മാസം ചെറിയ ഇൻട്രസ്റ്റ് തരും, എന്നിട്ട് അതിനെക്കാട്ടും വലിയ എമൗണ്ട് ചാർജ് ആയിട്ട് അങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് ശരിയാക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന ബാങ്കുകൾ ഉണ്ടാവാറുണ്ട്. ഇവരൊക്കെ 10% ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 10 രൂപ എടുക്കും, ബാക്കി 10 രൂപ നമ്മുടെ മറ്റേ അക്കൗണ്ടിലേക്ക് തട്ടും. പാൻ കാർഡിന്റെ ടാൻ വെച്ചിട്ട് എന്ത് ചെയ്യും, തട്ടും. അത് നമ്മളെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡിലെ ഒരു ഫോം ഉണ്ട്, ഫോം 64, അവിടെ ആ ഫോമിനകത്ത് കൃത്യമായിട്ട് കാണും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 194A. അനൂപന്റെ കയ്യിലുള്ള ഫോം ഏതാ? സാലറിൻ്റെതാ ഫോം? ഏതാണ് അനൂപന്റെ കയ്യിലുള്ള ഫോം ഏതാ? മൈക്ക് മ്യൂട്ടാ. 15/50 GH. ഏതിന്റെ ആണ്? ഹലോ, എന്തിന്റെ അത് ഫോമാണ്? മറ്റേ നമ്മുടെ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്തില്ലേ? ആ ഓക്കെ. ട്രേസ് എടുത്തല്ലേ? ട്രേസ്. ട്രേസ്. ഓക്കെ. 194R. 194R നമ്മളിപ്പോൾ പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന് നോക്കേ. ഇനിയുള്ളത് അപ്പോൾ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ബൈ ഡൊമസ്റ്റിക് കമ്പനി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ ഒരു കേസ് 194A എന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺവെൽത്ത് മാഡത്തിനൊക്കെ ഈ സാധനം വന്നിട്ടുണ്ടാവും. കുറച്ചൊക്കെ പൈസ ഉണ്ടല്ലോ അക്കൗണ്ടിൽ അല്ലേ? 25 lakhs ഉണ്ട്. എത്ര ലാക്ക് ഉണ്ടെങ്കിലും അല്ലേ മാഡം? അപ്പൊ നിങ്ങളെ ഈ സാധനം വന്നു, അപ്പൊ അതൊക്കെ ഇൻകം ടാക്സിന് ചെറിയ നോട്ടീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അർത്ഥം ഈ ഒരു സാധനം ഇൻകം വരുന്നുണ്ടെന്ന് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളതിൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാ പറഞ്ഞേ. ഓക്കെ, നമുക്ക് 6 രൂപയ്ക്കാണ് തരുന്നത്. 306 രൂപ ഇൻട്രസ്റ്റ് തരുന്നതാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഇൻകം അതർ ദാൻ സെക്യൂരിറ്റി, വേറെ ഏതെങ്കിലും സെക്യൂരിറ്റി അല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം. ഓക്കെ, നേരത്തെ ഇൻട്രസ്റ്റ് ബാങ്കിന്റെ കേസിൽ സീനിയർ സിറ്റിസൺ 1 lakhന്റെ ഒരു സംഭവം ഉണ്ട്, വിശദമായിട്ട് പറയും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെഷനും ഈ ഒരു സംഭവം നിങ്ങൾ മാത്രം ഓർത്ത് വെക്കാം. ഇനിയുള്ളത് 194B, വിന്നിംഗ് ഓഫ് ലോട്ടറി, പസിൽസ് ഓർ ഗെയിംസ്. ഇതെല്ലാം ശരിക്കും ഒരു ഓഫ്ലൈൻ മെത്തേഡ് സാധനമാണ്. 194B എന്ന് പറഞ്ഞ സാധനം ഓഫ്ലൈൻ ആണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ 10,000 എബോവ് വരികയാണെങ്കിൽ 30% കട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ, 10,000ന്റെ മുകളിൽ. അതിൻ്റെ താഴത്തുള്ള സാധനത്തിനൊന്നും TDS അപ്ലിക്കബിൾ ആവില്ല കേട്ടോ. ഇപ്പോൾ ഒരാൾക്ക് ഒരു 5,000 ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ 5,000 കിട്ടൂലേ? ലോട്ടറി അടിച്ചാൽ ആർക്കെങ്കിലും? ഹലോ, ഇതെന്തെന്ന് ഇങ്ങനെ മനുഷ്യന്മാർ ആരും മിണ്ടാത്തെ? അത്ര ഭാഗ്യമുള്ള ആരും ഇല്ല ഇവിടെ. ഒരാൾക്കും ലോട്ടറി അടിച്ചില്ല? ഒരു 500 രൂപയെങ്കിലും ലോട്ടറി എടുക്കാത്ത ആളുകളായിരിക്കോ? കിട്ടിയുണ്ട് 5,000 രൂപ. 5,000 മുഴുവൻ കിട്ടിയില്ല അനൂപ്ക? 5,000 മുഴുവൻ കിട്ടിയില്ല. അത് അവര് കമ്മീഷൻ എടുത്തിട്ടാണ് 250 എന്തോ എടുത്തു. അത് നിങ്ങളെ പറ്റിച്ചോ? അത് നിങ്ങളെ പറ്റിച്ചതാ. ആ ഫുള്ള് കിട്ടും. 10,000 എബോ ആണെങ്കിലേ എന്തേ ഉള്ളൂ. അത് നിങ്ങളെ ഇഷ്ടത്തോടെ കൊടുത്ത സാധനല്ലേ? അങ്ങനെയല്ലേ? അത് കമ്മീഷൻ ഒന്നും പറയില്ലല്ലോ, അത് നിങ്ങൾ എടുത്തോളെ പറഞ്ഞല്ലേ? അവര് 5,000 വന്നു 250 കൊടുത്തു. നിങ്ങൾ വെറുതെ കൊടുത്താ? അല്ല, അവര് ചോദിച്ചോ? അവര് ചോദിച്ചില്ല. എന്നിട്ട് നിങ്ങൾ അതിനെ അവരെ തല കിട്ടാലെങ്ങനെ? അപ്പൊ ഞാൻ പറ്റിച്ചു തന്ന തെറ്റായി പോലെ. ഓക്കെ, അപ്പൊ എനിവേ ലോട്ടറി, പസിൽസ്, ഗെയിംസ് ഇങ്ങനെയുള്ള പരിപാടിയിൽ നിന്ന് 10,000ന്റെ മുകളിലൊരു സിംഗിൾ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ 30 കട്ട് ചെയ്തിട്ടായിരിക്കും കിട്ടുക. ആ കാര്യം എന്ത് ചെയ്യാം, ആലോചിക്കാം. ഇത് ആലോചിക്കാം.
ഈ ഒരു സംഭവത്തിന് താഴെയുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് ഓൺലൈനിൽ നടക്കുന്ന കാര്യങ്ങളാണ് 194 BA വിന്നിങ് ഫ്രം ഓൺലൈൻ ഗെയിംസ്. ഇപ്പോൾ എന്തൊക്കെ പരിപാടികളില്ലേ, എന്തായിരുന്നു ഓൺലൈൻ ഗെയിമുകൾ, എന്തൊക്കെയായിരുന്നു പല ഇവരും പ്രൊമോട്ട് ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റമ്മി ഓൺലൈൻ ഗെയിമുകൾ. ഓൺലൈൻ റമ്മി റമ്മി, ഓൺലൈൻ പരിപാടികളൊക്കെ ഇല്ലേ? ഏഹ് ക്രിപ്റ്റോ പടമില്ലേ? ക്രിപ്റ്റോ ഇല്ല, അത് ട്രേഡിങ് ഇതുമായി ബന്ധപ്പെട്ടല്ല. ഇത് വെർച്വൽ അസറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അതിന് ഇതുണ്ട്, പറയാം നമുക്ക്. അപ്പോൾ ഇതായിട്ട് ഇപ്പോൾ ആഡ് ചെയ്താണ്, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഓൺലൈൻ റമ്മി, ഓൺലൈൻ പിന്നെ ലഡോ, ജിലേബി അങ്ങനത്തെ കളികളൊക്കെ അല്ലേ, ലുഡോ അങ്ങനത്തെ കളികളൊക്കെ അല്ലേ. ഈ സാധനങ്ങളിലൊക്കെ കിട്ടുന്ന 10,000 മുകളിൽ വരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, പിടിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവും. ശ്രദ്ധിച്ചോളി. ഓൺലൈനിൽ 10,000 ഉണ്ടോ? എങ്ങനെ? ഓൺലൈനിൽ 10,000 ഇല്ലല്ലോ. ഇല്ല, ഓൺലൈനിൽ എല്ലാത്തിനും മുകളിൽ ഉണ്ടാവും. ഓൺലൈനിൽ ഒരു ലിമിറ്റും ഇല്ല. ഓൺലൈനിൽ എന്താണോ കിട്ടുന്നത് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന പൈസ ശ്രദ്ധിക്കുക, ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ ഇത് ഇങ്ങനെ ഒരു ഇൻകം ഉള്ള ഒരാൾ, അതായത് ഓൺലൈനിൽ ഇങ്ങനെ പൈസ കിട്ടുന്ന ഒരാളാണ് നിങ്ങളുടെ രീതിയിൽ വരും, അതിനകത്തേക്ക് വരും. ആ ഒരു കാര്യം എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഏതെങ്കിലും ഒന്ന്, ചില ആളുകൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. വിന്നിങ് ഫ്രം ഓൺലൈൻ ഗെയിംസ്. പിന്നെ 194 BB നിങ്ങളെ ബാധിക്കുന്ന വിഷയം ഉണ്ടാവില്ല. കുതിര റേസിങ്ങിനൊക്കെ ഒന്നും പോകുന്ന ആരെങ്കിലും ഉണ്ടോ? അത് നാട്ടിലെ കുതിരയോട്ടം അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അത് ഓക്കെ. ഇപ്പോൾ ഈ ബാംഗ്ലൂർ ഓൺലൈനിൽ ബാംഗ്ലൂർ ലിമിറ്റ് ഇല്ല. ആ ഇല്ല. ഇല്ല, ഓൺലൈനിൽ ത്രഷോൾഡ് ലിമിറ്റ് ഒന്നുമില്ല. എന്തോ ഉറുപ്പ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അത് ഉറുപ്പ് കിട്ടി കഴിഞ്ഞാൽ 70 പൈസ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 30 പൈസ പോകുന്നർത്ഥം, 30. ഓക്കെ, ഓൺലൈന് അങ്ങനെയാണ് കേസ്. 194 BB ഇന്ന് ബാംഗ്ലൂരിലൊക്കെ നിൽക്കുന്ന ആൾക്കാരോട് കുതിര പന്തയം ആ പരിപാടികളിലൊക്കെ സംഭവങ്ങളുണ്ടാവും. പിന്നുള്ളത് വല്ലപ്പോഴും സംഭവിക്കുന്ന കേസാണ് കോൺട്രാക്ട് ബിസിനസ്സുകളിൽ പേയ്മെന്റ് മേഡ് ടു കോൺട്രാക്ടേഴ്സ്, സബ് കോൺട്രാക്ടേഴ്സിന് വൺ ടൈമിൽ കൊടുക്കുന്ന പേയ്മെന്റ് 1%, 2% എന്നുള്ള ഈ രീതിയിൽ അതൊന്നും പറയാം. അതിന് താഴത്തുള്ളത് അഗ്രിഗേറ്റ് ബേസിസിലാണ്. അതിപ്പം ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് പോയത് 194C എന്നുള്ളൊരു കോൺട്രാക്ടേഴ്സിന് സബ് കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണെന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കാം. 194C. ഓക്കെ. ഇനിയുള്ളത് 194D ആണ്. 194D ഇതും വല്ലപ്പോഴും കാണാം. കമ്മീഷൻ പെയ്ഡ് ഓൺ ഇൻഷുറൻസ് സെയിൽസ് ടു ഡൊമസ്റ്റിക് കമ്പനി. നോൺ ഡൊമസ്റ്റിക് കമ്പനി 194Dയിൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ കണ്ടുപോയാൽ മതി കേട്ടോ. ഇതൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറയും. ഇതിന്റെ PDF ഒന്ന് ഗ്രൂപ്പിലിട്ടാ മതി. PDF ഞാൻ ആപ്പിനകത്ത് ഇടാം. 194DA മെച്യൂരിറ്റി ലൈഫ് ഇൻഷുറൻസിന്റെ പീരീഡ് ആവുന്ന സമയത്ത് വരുന്ന സാധനമാണ്. പിന്നെ 194EE എന്ന് പറഞ്ഞ സാധനമുണ്ട്, സെയിം സ്കീമിലുള്ള ഒരു കാര്യങ്ങൾ. 194EE നമ്മളെ ബാധിക്കില്ല. 194G എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് ലോട്ടറി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് കമ്മീഷൻ കൊടുക്കുന്ന ഏജന്റുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. സാധാരണ രീതിയിൽ നമ്മളെ ബാധിക്കാറില്ല, പക്ഷെ ഇതുണ്ടാവും. ഇനി 194H കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ഫീസ്, ഇതുണ്ടാവും. 194H ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി 194I ആണ്, റെന്റ്. 194 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലായിടത്തും ഉണ്ടാവും, എല്ലാ ബിസിനസ്സിലും ഉണ്ടാവും. ഇത് ഒരു 90% ബിസിനസ്സിൽ ഈ കേസ് കാണാം. റെന്റ് പെയ്ഡ് ഫോർ ലാൻഡ്, ബിൽഡിംഗ് ഓർ ഫർണിച്ചർ. അതിൻ്റെ 50,000 മുകളിൽ 60 ലാഖിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പറയാം. അതായത് 1,00,000 രൂപ വാടക ഉണ്ടെങ്കിൽ 10% കട്ട് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അങ്ങനെ തന്നെയാണ്, ഈ ഫിനാൻഷ്യൽ ഇയർ അങ്ങനെ തന്നെയാണ്. ഓക്കെ. ഇനിയുള്ളത് 194I എന്ന് പറഞ്ഞിട്ടുള്ള പേയ്മെന്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അനൂപ് ഖാന്റെ ഈ ഒരു കേസിലാണോ വരുന്നത്? 194I എന്നുള്ള കേസിലാണോ? ഒരു സെക്കൻഡ്, നിങ്ങളത് ഈ ഒരു കേസ് വരാൻ ചാൻസ് ഉണ്ട്. 194B
ബി ആണോ വരുന്നത്? 194 IB. ആ IB അടുത്ത സെഷനിലായിരിക്കും. ഇത് I ആണ്. പിന്നെ ഇത് 194M ഉണ്ട്. ഇതിലായിരിക്കും വരുന്നത്. ഇതിലിങ്ങനെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് 194 IB, 194M, ബാർ 194S. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോം സാധാരണ ഇതിൽ സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് ഈ 94IA എന്ന് പറഞ്ഞത്. ഒട്ടുമിക്ക DDSന്റെ കേസുകൾ 194 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 194IA പേയ്മെന്റ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ലാൻഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അഗ്രികൾച്ചർ ലാൻഡ് അല്ല. ഓക്കെ. ഇനിയുള്ളത് 194IB റെന്റുമായി ബന്ധപ്പെട്ട കേസ്. 194IC ജോയിന്റ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് അധികം ആവശ്യം വരത്തില്ല. ദെൻ 194J ഇതെല്ലാവർക്കും ഉണ്ടാവും. ഇത് നല്ല ഒരു കേസുകളാണ് നാട്ടിൽ. ഫീസ് പെയ്ഡ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സർവീസ്. ഈ ഡോക്ടർമാർ, CA, പിന്നെ കമ്പനി സെക്രട്ടറീസ്, ഇങ്ങനത്തെ കേസുകളൊക്കെ ഇല്ലേ, ഇവരൊക്കെ കിട്ടുന്ന നമ്മളെ പോലെയുള്ള കൺസൾട്ടൻസ് ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു 10% കട്ട് ചെയ്തിട്ട് അല്ലേ, ഈ ഒരു കേസാണ് ഇതിൽ വരുന്നത്. ഡോക്ടർമാരുടെ കൺസൾട്ടിങ് ഫീസിൽ വരും. പിന്നെ നമ്മുടെ പോലെയുള്ള കൺസൾട്ടിങ് സർവീസ്, ബിസിനസ് കൺസൾട്ടിങ് സർവീസ്, ഇപ്പോൾ ഈ ROC ഫയലിങ്, കമ്പനിയുടെ ഫയലിങ്, ഇങ്ങനെയൊക്കെ നടത്തുന്ന കമ്പനികൾ ഉണ്ടാവില്ലേ, ഇവരൊക്കെ ഈ ഒരു കേസിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ റോയൽറ്റി പെയ്ഡ്, ഇത് അങ്ങനെ ഒരു ബാധിക്കുന്ന കേസല്ല, പക്ഷേ ഫീസ് ആൻഡ് പെയ്ഡ് എന്നുള്ള 194J ഇമ്പോർട്ടൻ്റ് ആണ്. 194L ബാധിക്കൂല. പിന്നെ ഉള്ളത് 194LB. ഈ ഒരു സെഷനിൽ ആക്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോണേ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളാണ്. 194LB നമ്മളെ ബാധിക്കൂല. 194LBA1 ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, ബാധിക്കുന്ന വിഷയം ഞാൻ പറയും. 194LD, പിന്നുള്ളത് 194M. Then 194O, amount received for the sale of product. ഇ-കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് 194. 194N ഇത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന, ഇപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് വരുന്ന കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസും വരാറുണ്ട്. വലിയ എമൗണ്ട് ഒക്കെ, 1 കോടി റുപ്യൊക്കെ ബാങ്കിൽ നിന്ന് വലിക്കുന്ന ആളുകളുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 20 lakhs അല്ലേ വിഡ്രോ ചെയ്യാൻ പറ്റും? അതെ. അപ്പോൾ 1 കോടി രൂപ ഇതിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ 2% കട്ട് ചെയ്യും അവർ, ബാങ്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇത്തരം ട്രാൻസാക്ഷൻസ്, അത് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് പോകുന്ന ആളുകളുടെ കേസ് വേറുണ്ട്, ഫയൽ ചെയ്യാതെ പോകുന്ന ആളുകളുടെ കേസിനും വേറെ ഉണ്ട്. അപ്പം എങ്ങനെയായാലും ബാങ്കിൽ ട്രാൻസ്ഫർ വലിയ പ്രശ്നങ്ങളില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റും. വിഡ്രോയിൽ എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു 3-4 വട്ടം ചിന്തിക്കാം. ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. വളവന്മാരാരും ബാങ്കിലേക്ക് വാങ്ങൂല, അങ്ങനെ ക്യാഷേ വാങ്ങുള്ളൂ. പിടിക്കാന്ന് പറഞ്ഞത് വിഡ്രോ ചെയ്തവനായിരിക്കും പിടിക്കാം. അപ്പം ഈ ഒരു കേസ് ഇവിടെ അടുത്ത് ഞാൻ എല്ലാ സെഷനിലും പറയാറുണ്ട്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുടുംബക്കാരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഈ റെൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് കൊടുത്തിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് ഫണ്ട് അടുപ്പിച്ച് നമ്മളെ ATM ന്ന് പുറത്തുള്ള ആളുകൾ വിഡ്രോ ചെയ്ത് പോകുന്ന കേസുകളുണ്ട്. ഞാൻ ഒരുപാട് വർഷം റിമൈൻഡ് ചെയ്ത കേസുകളാണ്. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ ഈ കേസ് വരും. 2% പോട്ടെ, 2%ൻ്റെ കേസ് ആയിരിക്കില്ല അതിൻ്റെ പിന്നാലെ വരുന്നത്. ഇവൻ ഇത്രയും ഫണ്ട് എവിടെ നിന്നാണ് എങ്ങനെ കിട്ടിയെന്നൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 194N എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതിൽ ഇൻകം ടാക്സ് ITR ഫയൽഡ് എന്ന് പറയുമ്പോൾ, ITR എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ഫയൽഡ് എന്നുള്ള ഉദ്ദേശം, ഫയൽ ചെയ്യാത്ത കേസുകളും ഫയൽ ചെയ്ത കേസുകളുണ്ട്. ഓക്കെ. 194N. ഇനിയുള്ള ഈ സാധനങ്ങളും കൂടി നോക്കുക. 194P, 194Q. 194Q വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, ഒരുപാട് വരാറുണ്ട് 194Q.
194 നമ്മളങ്ങനെ ബാധിക്കില്ല. എസ്സും നിങ്ങളെ ബാധിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് നിങ്ങളെ ബാധിക്കാൻ ചാൻസ് ഇല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. TDS ഓൺ ദ പേയ്മെന്റ് ഓഫ് ക്രിപ്റ്റോ കറൻസി ഓർ അതർ വെർച്വൽ അസറ്റ്. 1% ആണ് TDS എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ആലോചിക്കാം. എനി ട്രാൻസ്ഫർ, അങ്ങനെയാണ് TDSന്റെ ക്രിപ്റ്റോ കറൻസിയുടെ കേസിൽ. ഇതും നേരത്തെ ഞാൻ റിമൈൻഡ് ചെയ്ത പോലെ റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെയിൻ ഫ്രീസിങ്, അക്കൗണ്ട് കട്ടാവാനുള്ള, ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലുള്ളൊരു സംഭവമാണ് ക്രിപ്റ്റോ കറൻസികളുടെ ഇടപാടുകൾ എന്ന് പറയുന്നത്. 1% TDS അപ്ലിക്കബിൾ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നടക്കുന്നുണ്ട് നാട്ടിൽ ഒരുപാട്. 30% ഐറ്റിയില്ല. 30% ഇൻകം ടാക്സ് ഉണ്ട്. ഇപ്പം നമ്മൾ TDSന്റെ കാര്യം മാത്രം പറഞ്ഞാൽ 1% എന്ന് പറഞ്ഞു പോകുന്നത്. ഇൻകം ടാക്സും അപ്ലിക്കബിൾ ആണ്. 194T ഫിലിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇനി 206A ചില വളവന്മാരുണ്ട് പാൻ കാർഡ് ഇല്ലാത്ത, അത്തരം ആളുകളുടെ കേസുകളാണ് ഇതിനകത്ത് വരുന്ന 206A എന്ന് പറയുന്ന കേസുകൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. 192 ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 194A ഇമ്പോർട്ടൻ്റ് ആണ്. 194BA ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളുകൾ. ഈ ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് ഗെയിം കളിച്ച സാധനങ്ങളൊന്നും ഇതിനകത്ത് വരില്ല കേട്ടോ. ഉഡായിപ്പ് ഗെയിമില്ലേ, ചൈന സാധനം ഇറക്കാൻ വേണ്ടി വരുന്ന, അത് നിങ്ങൾ 30% ടാക്സ് കൊടുത്താലൊന്നും നിങ്ങൾ ഊരില്ല. നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് തന്നെ മൊത്തം ഫ്രീസ് ആവും. അപ്പം ഈ ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളുകളൊന്ന് സൂക്ഷിക്കുക. മക്കളോ അനിയന്മാരോ ഏട്ടന്മാരോ ആരെയും കളിക്കുകയാണെങ്കിൽ റിമൈൻഡർ കൊടുത്ത് വിടുക. പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭാഗമെങ്കിലും നമുക്ക്, ഞാൻ അന്ന് പറഞ്ഞില്ലേനോ എന്നെങ്കിൽ പറയാൻ വേണ്ടിയിട്ടെങ്കിലും പറഞ്ഞു വെക്കാം. ഹോഴ്സ് റൈസസ് നമ്മളെ ഭാഗത്തേക്ക് വരില്ല. 194C ഇമ്പോർട്ടൻ്റ് ആണ്. 194EE 194H ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 194H എന്നുള്ളത്. 194IA പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കേസ്. 194J ഞാൻ ചിലപ്പോൾ ഈ ഒരു 9490J എന്നൊക്കെ പറയും, എത്രയോ മാത്രമേ പറയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ക്യാഷ് വിഡ്രോവല് 194N. 194Q ഗുഡ്സ് പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ 194S. ഇത്രയും കാര്യങ്ങളാണ് TDSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. ഇവരെ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ കിട്ടണം എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ TDS നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്ന ഓരോ കേസുകൾ നമുക്ക് പറയാം. എങ്ങനെയാണ് TDSന് അപ്പം ABC എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എങ്ങനെയാണ് പിടിക്കുക, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു A എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ B എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഓക്കെ, പിന്നെ നേരത്തെ ഫാറൂഖ് ഭായിക്ക് പറഞ്ഞ അതേ എക്സാമ്പിൾ കൊടുക്കുകയാണ്. A എന്ന് Bക്ക് ഒരു കമ്മീഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ C ഒരു റെന്റ് കൊടുക്കാമെന്ന് വിചാരിച്ചോ. A Bക്ക് ഒരു റെന്റ് കൊടുക്കുകയാണ്. 10% ആണ് നമ്മുടെ TDS എന്ന് വിചാരിക്കാം. മൊത്തം 1 lakh rupees ആണ് നമ്മൾ എന്ത് ചെയ്യണത്, റെന്റ് കൊടുക്കണം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയണേ, ഇതോടുകൂടി ഈ സാധനം മനസ്സിലാക്കി എടുക്കണേ. എക്സാമ്പിൾ, അതായത് ബിയുടെ ഈ ബിൽഡിങ്ങിലാണ് A നിൽക്കുന്നത്. ഓക്കെ, അഗ്രിമെന്റ് ഇത്രയാണ്.
ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ 1,00,000 രൂപ ബിക്ക് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇത് ചെയ്യണ്ടാവുക? എയുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും? ടാൻ ഉണ്ടാവും, പാൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഒന്ന് പറയൂ. എന്റെ കയ്യില് എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവുക? എന്റെ പാന് കയ്യില് മാത്രം. ടാനും എന്റെ കയ്യിൽ പാൻ എന്തായാലും പാൻ ഉണ്ടാവും. പാൻ ഇല്ലാതെ ടാൻ എടുക്കാൻ കഴിയില്ല അല്ലേ? ടാനും ഉണ്ടാവും. പാൻ ഉണ്ടാവും, അതേപോലെ ടാനും ടാൻ ഉണ്ടാവും. ഉണ്ടാവും അല്ലേ? പാൻ ഉണ്ടാവും, ടാൻ ഉണ്ടാവും. ഇയാളുടെ കയ്യിലോ, ബിയുടെ കയ്യിലോ? പാൻ ഉണ്ടാവും. ബിക്ക് ടാൻ ഉണ്ടാകാം, പക്ഷെ നമ്മൾ പാൻ മാറ്റർ ഉണ്ടാവും. നമുക്ക് എന്ത് പാൻ വേണം? നിർബന്ധം. പാൻ നിർബന്ധമാണ്. പാൻ കമ്പൽസറി. ഓക്കെ. മറ്റൊന്ന് ആൾക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാൻ പിടിക്കാനുണ്ടെങ്കിൽ അത് അവർ കട്ട് ചെയ്തോട്ടെ ഇല്ല എന്നുള്ളത് നമ്മളെ മാറ്റർ അല്ല. ഓക്കെ. ഭയങ്കര ഫൈനാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ. അപ്പോൾ ഈ 10,000 പിടിക്കുമ്പോൾ ഇതിന് ഇനി അടുത്തൊരു പ്രോസസ്സ് എന്തായിരിക്കും? ഈ ബിക്ക് എത്ര രൂപയായിരിക്കും ഇവർ കൊടുക്കുന്നുണ്ടാവുക? 10,000 100,000. 1,00,000 രൂപയാണ് കൊടുക്കുന്നുണ്ടാവുക. സി 10% 10% ആണ് എന്ന് വിചാരിക്കാം. TDS ഓൺ റെന്റ് 90,000 കൊടുക്കും. 90,000 എന്ത് ചെയ്യും? ആര് കൊടുക്കും? ബി കൊടുക്കും. കൊടുക്കും. ഇതൊക്കെ ഇത് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ പറഞ്ഞിരുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ ഇത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വെച്ചിട്ടാണ്. 90,000 എന്ത് ചെയ്യും? എ ഇവർ ബിക്ക് കൊടുക്കും. കൊടുക്കും. ഇങ്ങനെ ഇവർക്ക് എത്ര മാസം കൊടുക്കും? 12 മാസം. ഒരു വർഷത്തിൽ 12 മാസം. 12 മാസം എന്ന് കൊടുക്കും. അപ്പൊ എത്ര? 12 ഇൻറ്റു 90,000. 10,80,000. 12 ഇൻറ്റു 90,000 കൊടുക്കും അല്ലേ? 10,80,000 10,80,000 രൂപ എന്ത് ചെയ്തു? ഇവർക്ക് കൊടുത്തു. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് എന്ത് കട്ട് ചെയ്തിട്ടുണ്ട്? 10,000 രൂപ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ കട്ട് ചെയ്ത് എത്രയാ? 12 ഇൻറ്റു 1,20,000. അല്ലെ 1,20,000 1,20,000. അപ്പൊ മൊത്തത്തിൽ എത്ര കിട്ടിയിട്ടുണ്ട്? മൊത്തത്തിൽ എത്ര ഉണ്ട്? അതായത് 10,80,000 നേരെ അവന്റെ അക്കൗണ്ടിലേക്കോ അവന്റെ കയ്യിലേക്കോ കൊടുത്തിട്ടുണ്ട്. പ്ലസ് അവന്റെ പാൻ കാർഡിലേക്ക് എത്ര അടിച്ചിട്ടുണ്ട്? 1,20,000. രണ്ടും ഗവൺമെന്റ് അല്ലെ? ഇതെന്തായാലും എന്താ അയാളുടെ പൈസ തന്നെയാണ്. ഗവൺമെന്റ് ഇപ്പൊ എടുത്തിട്ടൊന്നും ഇല്ല തന്നെ വിചാരിച്ചോളി. അയാളുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു പാൻ കാർഡിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ ആ വാലറ്റിൽ ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ആയി കിടക്കുന്നുണ്ട് എന്നുള്ള എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചെയ്യുന്ന ഇതോടുകൂടി ഇവൻ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ഇവൻ എന്ത് ചെയ്യുക? ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. ഇവന്റെ പണി കഴിഞ്ഞു. ഇനി ഇവൻ എന്ത് ചെയ്യണം? ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ഇയർ എൻഡിൽ എന്ത് ചെയ്യണം? ഇൻകം ടാക്സിന്റെ ഒരു ഫോമിലേക്ക് പോവാം. ഇവൻ ഒരു ബിസിനസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോം, അല്ലെങ്കിൽ നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഒരു ITR അല്ലെ ചെറിയ രീതിയിൽ സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ അവനക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻകം ഫ്രം ഇങ്ങനെയുള്ള റെന്റ് എന്തോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവന് ഇൻകം ടാക്സിൽ ITRലെ ഏതോ ഒരു ഫോം ഇവൻ എന്ത് ചെയ്തു? ഫയൽ ചെയ്തു. ഫയൽ ചെയ്ത സമയത്ത് ഇവന് ഈ പറയുന്ന പൈസ അല്ലേ, ഇത്ര രൂപ എന്ത് ചെയ്തു? ഇവന് എനിക്ക് ഇത്ര രൂപ വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് അത് കാണിച്ചു കഴിഞ്ഞു. പിന്നെ അവന് അഗ്രികൾച്ചറൽ ഇൻകം, മറ്റ് ഇൻകം, ഇനി അവനക്ക് എന്തെങ്കിലും എന്താ പറയാ എക്സ്പെൻസുകൾ എന്തെങ്കിലും മീറ്റ് ചെയ്യണം. അപ്പം അല്ലേ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് എത്ര കാണിച്ചു? ഈ 10,8 കാണിച്ചു. ഓക്കെ. ഇനി ഇതേപോലെ എക്സ്പെൻസും കാണിച്ചു. ഓക്കെ. എക്സ്പെൻസും കാണിച്ചു. എക്സ്പെൻസ് കാണിച്ചപ്പോൾ ഒരു 12 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോളെ. 12 lakhs എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇവന്റെ കമ്പനി നഷ്ടത്തിലാണെന്ന് വിചാരിച്ചോളെ. ഈ കമ്പനി നഷ്ടത്തിലാണ് അല്ലെങ്കിൽ ഇവൻ നഷ്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇവൻ ഗവൺമെന്റിലേക്ക് എത്ര രൂപ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്? 1,20,000. ഈ 1,20,000 എന്ത് ചെയ്യും? ഗവൺമെന്റ് തിരിച്ച് ഇവന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഏത് അക്കൗണ്ടിലേക്കാണ് റീഫണ്ട് ചെയ്യണം എന്നുള്ള ആ അക്കൗണ്ട് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറയും. ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഈ 1,20,000. കാരണം ഇവൻ ഈ മാസം ലോസ് എന്നുള്ളതല്ല, ഇവൻ ഈ വർഷം ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനില്ല. ലോസ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ലോസ് ആയാൽ കമ്പനി ഗവൺമെന്റ് പൈസ തിരിച്ചു വരും എന്നുള്ള അർത്ഥമല്ല. എന്നില്ല, ഈ വർഷം ഇവൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഫയൽ ചെയ്യേണ്ടല്ല, ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്ര വരുമാനം ഉണ്ടാവും, ഫയൽ ചെയ്യണം.
അപ്പൊ എന്ത് ഇതിന്റെ ചെയ്യും? കൂടെ ഇതിന്റെ ഒരു കൂടെ ലക്ഷത്തി സപ്പോർട്ട് 20,000 1,20,000 തിരിച്ചിങ്ങോട്ടേക്ക് കിട്ടും. ക്ലിയർ ആയോ? ഇനി നമ്മൾ വേറെ എന്തൊക്കെ കണക്ക് കൂട്ടി എല്ലാം നോക്കുന്ന സമയത്ത് ഇയാള് ഗവൺമെന്റിലേക്ക് ഒരു 80,000 രൂപയാണ് അടക്കാനുള്ളതെന്ന് വിചാരിച്ചോളി. കണക്ക് കൂട്ടിയിട്ട് 80,000 രൂപയാണ് ഇയാള് ഗവൺമെന്റിലേക്ക് ഈ ബി ശരിക്കും അടക്കാനുള്ളത്. ഇവന്റെ അക്കൗണ്ടിൽ എത്രയുണ്ട്? 1,20,000 രൂപയുണ്ട്. ബാക്കി 40,000 രൂപ എന്ത് കിട്ടും? റീഫണ്ട് തിരിച്ച് ഇവന്റെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ട് കയറും. ക്ലിയർ ആയല്ലോ? ഇനി ഈ വ്യക്തി 80,000 അല്ല, ഈ വ്യക്തി 1,40,000 രൂപ ഗവൺമെന്റിലേക്ക് അടക്കാനുണ്ട് എന്ന് വിചാരിച്ചോളി. അപ്പൊ 1,20,000 ഇവിടെ ഉണ്ട്, ബാക്കി 20,000 രൂപ അതിന്റെ ചെലവ് ക്രിയേറ്റ് ചെയ്ത് 20,000. ഈ ഒരു പരിപാടി എന്ത് ചെയ്തു? തീർന്നു പോയി. ഇതാണ് TDS ഉം ഇൻകം ടാക്സും മൊത്തത്തിൽ ഇതിന് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പം നമ്മൾ അടച്ച പൈസ GSTയിലെ നമുക്ക് ആലോചിച്ചാൽ മതി. ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അല്ലേ? കേട്ടില്ലേ? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കും ഗവൺമെന്റ്. പക്ഷേ നമ്മൾ അടക്കാനില്ലെങ്കിൽ ആ എമൗണ്ട് തിരിച്ചു വരും. ഓക്കെ, ഇതേ കേസിലാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ്. ഇപ്പോൾ ഹജ്ജിന് പോയ ആളുകൾ, പ്രൈവറ്റ് ആയിട്ട് ഹജ്ജിന് പോയ ആളുകളുടെ അടുത്ത് നിന്നൊക്കെ ഒരു സംഖ്യ ഗവൺമെന്റ് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ വാങ്ങി വെച്ച പൈസ ചിലപ്പോൾ ഇവൻ അടക്കാനില്ലെങ്കിൽ ഈ പൈസയൊക്കെ തിരിച്ചു കിട്ടും. എന്ത് ചെയ്യേണ്ടുള്ളൂ? അവന്റെ സൈറ്റിനകത്ത് കയറിയിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ള പണി മാത്രം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പേയ്മെന്റ് കിട്ടും. പിന്നെ അവർ എല്ലാ വർഷവും ഫയൽ ചെയ്യേണ്ടി വരും. വേണ്ട വേണ്ട, ആ ഒരു വർഷം അവനക്ക് വരുമാനം ഉണ്ടെങ്കിൽ ചെയ്യാം, പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് വർഷമാണോ എന്ത് സംഭവിക്കും അറിയോ? എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു മെയിൽ വരും, ഒരു മെസ്സേജ് ഒക്കെ വരും, ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ലേ ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ സാധുക്ക് ഇത് വായിക്കാനൊന്നും അറിയില്ല. ഇൻകം ടാക്സ് എന്ന് കാക്കുമ്പോൾ തന്നെ ഒരു ഇൻകം ടാക്സ് ഞാൻ അന്ന് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ആണെന്നല്ല. അന്ന് നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ബാധിക്കുന്ന വിഷയമേ അല്ല. ആ ഒരു മെസ്സേജ് വരും. വൺസ് ഇൻകം ടാക്സ് സൈറ്റിനകത്ത് കയറി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എല്ലാ വർഷം അവരിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിമൈൻഡർ മാത്രമാണ് നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയില്ല? വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ നിൽ റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ? എങ്ങനെ? വരുമാനം ഇല്ലെങ്കിൽ ആദ്യത്തെ വർഷം നമ്മൾ ഫയൽ ചെയ്തു, രണ്ടാമത്തെ വർഷം ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഹജ്ജിന്റെ ഇത് ഫയൽ ചെയ്തു. നെക്സ്റ്റ് ഇയർ ആയി കഴിയുമ്പോൾ നമുക്ക് വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ നിൽ റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. GST ചെയ്യുന്നത് പോലെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വരുമാനം ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഫയൽ ചെയ്യേണ്ട കേസ് ഉണ്ടല്ലോ, എത്ര ലക്ഷം രൂപേന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഫയൽ ചെയ്യണമെന്നുള്ള, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ. ഇനിയിപ്പോൾ അയാൾക്ക് ഈ ഒരു പോകുന്ന കേസിന് മാത്രമേ അത്ര പൈസ വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ ആ വിഷയം ബാധിക്കുന്നില്ലെങ്കിൽ അത് ബാധിക്കില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ഇതിന്റെ ഒരു ബേസിക്സ് സെറ്റായോ? TDSന്റെ റൈറ്റ്, പാൻ കാർഡ്, ഇതെങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാന്നുള്ളത്. ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. അതിന് മുമ്പായിട്ട് ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ബാക്കി എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. കുറെ ആളുകൾ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്ത ആളുകളുണ്ട് അതിനകത്ത്? ഇന്ന് ഒന്നും തിരിയാത്ത എവിടുന്നാ ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടെന്ന് ഗ്രൂപ്പിൽ തന്നെ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും ഇന്ന് കുറെ ആളുകൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത്, എത്ര ആളുകൾ പുതുതായിട്ട് വന്ന ആൾക്കാരുണ്ട്? ഒന്ന് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ? അതിന്റെ ഫസ്റ്റ് സെഷൻ കൂടി കണ്ടോ? ഒന്നുകൂടി ചെറുതായിട്ട് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. ഏറ്റവും നല്ലത് ഫസ്റ്റ് മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എത്രയേ ഉള്ളൂ, നമ്മുടെ ആപ്പിനകത്ത് കാണുന്ന പാർട്ട് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടു തുടങ്ങാം. കുറച്ച് ലോങ് വീഡിയോസ് ആണ്, കുറച്ച് നമ്മൾ ഇതേപോലെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ വൈബിനൊത്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതല്ല സാറേ ഇപ്പൊ എളുപ്പമാണ് തോന്നുന്നുണ്ട്. മുന്നേ നമ്മള് പിന്നെ റിവ്യൂ ആയി, പിന്നെ അടുത്ത ക്ലാസ്സുകൾ, ഇപ്പം ഇങ്ങനെ ഓരോ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് തീർത്തു പോകാല്ലേ? ഇപ്പൊ തീർത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് അധികാരം നിൽക്കൂല. അപ്പൊ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാം.
പിന്നെ റിവ്യൂ ആവോളം വെയിറ്റ് ചെയ്യണം അടുത്ത ക്ലാസ്സിന്. ഓക്കെ. ഇനി വേറെ പിന്നെ ഇതിന്റെ ഇടയിൽ ഒട്ടും ബേസ് ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അനൂപ്ക്കോ ഫാറൂഖ് ഭായ് ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒരു സെഷനൊക്കെ വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. ഏറ്റവും ഇത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ടോപ്പിക്കിനകത്ത് എന്തെങ്കിലും കോൺസെപ്റ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം, ഉണ്ടെങ്കിൽ ചോദിക്കാം. കാണാത്ത ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല കേട്ടോ. ഓരോ ക്ലാസ്സും കഴിഞ്ഞിട്ട് പക്കായിട്ട് പോവാ. അതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം, എന്നിട്ട് അടുത്ത ക്ലാസ്. പിന്നെ അതേപോലെ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു കേസും കൂടി ഉണ്ടായിരുന്നു. പേഴ്സണലി വന്ന മെസ്സേജ് ആണ്. സാധാരണ ഇതിൽ ഇത് ഇവിടെ പറയുന്നില്ല. GSTയുടെ നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ആ സ്പെഷ്യൽ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. പക്ഷെ എന്താ ഞാൻ ഇവിടെ പറയാം, ഇപ്രാവശ്യം GST ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ടാവും. എറർ മെസ്സേജ്, HSNുമായി ബന്ധപ്പെട്ടുള്ള ഒരു എറർ മെസ്സേജ്. മുന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് GST പഴയൊരു ഇത് കാണാം. അതായത് ഒരു ഏപ്രിലിന് മുമ്പ് GSTയുടെ സൈറ്റിനകത്ത് കയറുന്ന സമയത്ത് നമ്മൾ അത് വിശദമായിട്ട് GSTന്റെ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. ഇത് GSTന്റെ പ്രാക്ടിക്കൽ സെഷൻ ഇതിനകത്തില്ല. നമ്മുടെ പ്രൊഫഷണൽ പ്രാക്ടിക്കൽ അക്കൗണ്ടിനകത്ത് ഫയലിംഗ് പാർട്ടില്ല. ഫയലിംഗ് പാർട്ടിൽ GSTയുടെ സെഷനിലാണ്. അപ്പോൾ അതിനകത്ത് ഡോക്യുമെന്റ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടായിരുന്നു. ഡോക്യുമെന്റ് ഇഷ്യൂഡ്, അതേപോലെ തന്നെ HSNY സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ. ഈ രണ്ട് ഡീറ്റെയിൽസും ഏപ്രിലിന് മുന്നേ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. അതായത് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് ആക്ടിനകത്ത് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെയ്യാത്ത ആളുകളൊക്കെ അങ്ങനെ തന്നെ പോയി, ഗവൺമെൻറ് ആ രീതിയിൽ തന്നെ വിട്ടു. പക്ഷേ ഏപ്രിൽ മുതൽ എല്ലാ കാര്യങ്ങളിലും HSN കിട്ടണം എന്നുള്ള നിർബന്ധം വന്നു. അപ്പം ഇനിയുള്ള ആളുകൾ, ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ വിഷയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നതെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും പർച്ചേസ് റിട്ടേൺ അടിക്കുമ്പോഴും സെയിൽസ് റിട്ടേൺ അടിക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം? പർച്ചേസ് റിട്ടേൺ അടിക്കുന്ന സമയത്തായാലും സെയിൽസ് റിട്ടേൺ അടിക്കുന്ന സമയത്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? HSN കോഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് റിപ്പോർട്ടിൽ കഴിഞ്ഞാൽ HSN കോഡിൻ്റെ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് അതേപോലെ HSN നമ്പർ ആയാലും എത്ര യൂണിറ്റ് ആയാലും അതിന് എത്ര ടാക്സ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കൃത്യമായ ഡീറ്റെയിൽ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? GSTR 1 ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ റെന്റുമായി ബന്ധപ്പെട്ട റെന്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. റെന്റുമായി റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞ കേസ്. അത് തിരിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നും കേട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓൾറെഡി ചെയ്യുന്ന ആളുകൾക്കും ഡൗട്ട് ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ്. പിന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസമായി റെന്റിന്റെ ടാക്സ് അടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർ കൃത്യമായിട്ടും ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അവരെടുക്കുന്ന റെന്റിന്റെ പൈസ ഉറപ്പായിട്ടും പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ അതെന്ത് ചെയ്യണം? സാന്ദർഭികമായിട്ട് GSTന്റെ ഡൗട്ട് ഈ ഒരു മാസം 10-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യാൻ കഴിയാതെ നിരന്തരം കോളായിരുന്നു. പല ആളുകൾ ചെയ്യുന്നില്ല, മുമ്പോട്ടേ പോകുന്നില്ല, എററാണ്, GSTന്റെ സൈറ്റിന്റെ പ്രോബ്ലം ആണോ, നെറ്റ് പ്രോബ്ലം ആണോ? ഒരു പ്രോബ്ലം അല്ല. HSN കൊടുക്കാഞ്ഞാൽ മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ചില ആളുകൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 1ഉം 2ഉം ഏറെക്കുറെ അടിച്ചിട്ടൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ താൽക്കാലിക പരിഹാരം എന്ന് മാത്രമല്ലാതെ അതൊരിക്കലും എന്തല്ല, പൂർണ്ണാർത്ഥത്തിലുള്ള ഫയലിംഗ് അല്ല. സാന്ദർഭികമായിട്ട് പറയാണ്. GSTന്റെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് അത് മനസ്സിലാവും. ഓക്കെ. പിന്നെ സാറേ, ഈ എക്സലിൽ തന്നെ ചെയ്യാ? ഏത് ഇത് ബാലൻസ് ഷീറ്റും കാര്യങ്ങളും ഇത് ചെയ്യേണ്ടതായില്ല? ഏത് ചെയ്യേണ്ടത്? ഈ തരുന്നത് ട്രാൻസാക്ഷനൊക്കെ മനസ്സിലായില്ല. ട്രാൻസാക്ഷനൊക്കെ അത് നിങ്ങൾക്ക് എക്സലോ നോട്ടിലോ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എങ്ങനെ ചെയ്യണമെന്നല്ലോ ചോദിച്ചേ. അത് നിങ്ങൾക്ക് എക്സലിലോ വേർഡിലോ ടൈപ്പിലോ നോട്ട്ബുക്ക് എഴുതി കഴിഞ്ഞാൽ തലയിൽ തറക്കും. നോട്ട്ബുക്ക് ആയിരിക്കും നല്ലത്. ചെയ്യുന്ന വർക്ക് ടാലി ചെയ്യുന്നവർക്ക് ടാലിയിൽ തന്നെ ചെയ്യാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് പേയ്മെന്റും TDSന്റെ പേയ്മെന്റ്, TDS സൈറ്റിനകത്ത് കയറിയിട്ടുള്ള പരിപാടികൾ, കലാപരിപാടികളൊക്കെയാണ്. ഇതുമായി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടാലിയുടെ ക്ലാസ് കഴിഞ്ഞു സാറേ? ഇല്ലില്ല.
ടാലിൻ്റെ സെഷൻ സർവീസ് സെഗ്മെന്റ് സർവീസ് ആണ് എടുത്തത്. മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു സെഗ്മെന്റ് തുടങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ടി ഡി എസും ആ വഴിക്ക് ഇങ്ങനെ പോകുന്നതാണ്. ഇനി നമുക്ക് ട്രേഡിംഗ് ഉണ്ട്, സർവീസിന് മേഖലയുണ്ട്. മാനുഫാക്ചറിങ് ക്ലാസ് എനിക്ക് തോന്നുന്നത് ഒരു 17-18 ക്ലാസ്സുകളൊക്കെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓയിൽ കമ്പനീൻ്റെ. ഓക്കെ, ഇനി പറ. ടി ഡി എസ് ഒക്കെ വിശദമായിട്ട് പഠിക്കട്ടെ നമ്മളെ. നിങ്ങൾക്ക് ഇനി ഒരു സ്ഥലത്തുനിന്നും ടി ഡി എസ് ഇങ്ങനെ കിട്ടൂല. അപ്പൊ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. അക്കൗണ്ട്സിന്റെ ക്ലാസ് പലരും നാളെ ഓഫർ ക്ലാസ്സിനെ പറ്റിയൊക്കെ ചോദിച്ചു. എങ്ങനെ സാറിന്റെ ഓഫർ ക്ലാസ് ഓഫർ ഉണ്ടല്ലോ കുറെ ആ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. കുറെ ആളുകള് വാറ്റ് അതേമാതിരി GST ഒക്കെ ചോദിച്ചു വരുന്നുണ്ട്. ജി എസ് ടിന്റെ ക്ലാസ് ജി എസ് ടിയിൽ ഇവിടെ എന്താ പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ട്രേഡിംഗ് സർവീസ് മേഖലയിൽ GST എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കാം. ഇനി ഇതിൻ്റെ ഒരു കൺസൾട്ടിങ് പാർട്ട് ഉണ്ട്. കൺസൾട്ടിങ് പാർട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ GST ഒക്കെ എടുത്ത് നമ്മുടെ പർച്ചേസും സെയിലും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു കൺസൾട്ടൻറ്റിന് അയച്ചു കൊടുക്കും. പിന്നീട് കൺസൾട്ടൻ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിനകത്തേക്ക് ഈ സാധനം അപ്ലോഡ് ചെയ്യുന്നത്. അവിടെയാണ് GSTയുടെ പ്രാക്ടിക്കൽ സെഗ്മെൻറ്റ് നടക്കുന്നത്. അത് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ നമുക്കുണ്ടാവില്ല. GSTന്റെ വേറെ തന്നെ. അപ്പോൾ ഇതിനകത്തുള്ള ഒരുപാട് ആളുകൾ GSTന്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത ആളുകളുണ്ട്. അതിന് വലിയ പേയ്മെന്റ് ഒന്നുമില്ല. GSTന്റെ കോഴ്സിന് വെറും 499 രൂപയുള്ളൂ. ആ കംപ്ലീറ്റ് റെക്കോർഡ് സെഷനാണ്. അത് പേയ്മെന്റ് ചെയ്യുന്നതോടുകൂടി തന്നെ 15 ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒരു കൺസൾട്ടന്റ് ആവണമെന്നോ, ഇപ്പോൾ ഒരു ഫർബായൊക്കെ പറഞ്ഞ മാതിരി നാട്ടിലൊന്നും സെറ്റ് ആയിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങിയാലോ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനത്തെ വെറും 499 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ട്. ആവശ്യമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്താം. എല്ലാവർക്കും ഒന്ന് പറ്റിക്കണമെന്നില്ല. കാരണം അത് കൺസൾട്ടന്റ് ചെയ്യുന്ന പാർട്ടാണ്. അതായത് ഞാൻ ചെയ്യുന്നത് നമ്മളെ ഓഫീസിൽ നമ്മൾ ചെയ്യുന്ന GSTന്റെ വർക്കൊക്കെ ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള സാധനം പഠിപ്പിക്കുന്ന ഒരു സെഷനാണ് GSTന്റെ ഒരു സെഷൻ. അത് ആ ഒരു സെഗ്മെന്റ് ഇപ്പൊ ഇന്റർവ്യൂവിന്റെ മോഡൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ആവശ്യമുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്താ സാറേ അതിൽ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടോ? പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതി. പ്രാക്ടിക്കൽ അല്ല, നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ടല്ലോ. ഈ ക്ലയൻസിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് അതേപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് വേറെ ക്ലയൻസിനെ കിട്ടുകയാണ്, അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ 5000 രൂപ മേടിച്ച കോഴ്സ് തന്നെയാണ് 499 വരുന്നത്. നിങ്ങൾ 5000 അതെ സെയിം സാധനം. നിങ്ങൾ അന്ന് 1500 5000 വാങ്ങിയ സെയിം സാധനം. അതൊന്നുമല്ല, അതിനൊരു റീസൺ ഉണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ആരൊക്കെയോ പർച്ചേസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് വിലയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങളോട് പറയാലോ, അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാനത് പൊട്ടിച്ചു. അത് ഇപ്പം കുറച്ച് കാലത്തേക്കൊക്കെ എല്ലാവർക്കും കിട്ടും. ഇപ്പം ഞാനൊരു 30 ആളുകൾക്കാണ് അനൗൺസ് ചെയ്തത്. ഇപ്പം എനിക്ക് സ്ക്രീൻ കാണിച്ചു തരാം ഇപ്പം എത്ര ആൾ പർച്ചേസ് ചെയ്തു എന്നുള്ളത്. നോക്കട്ടെ. 276 ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 276 ഞാൻ പൊട്ടിച്ചതാണ്. മാർക്കറ്റിൽ അങ്ങനെ നമ്മളെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരാൾ കൊണ്ടുപോയി ശരിയല്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇനി അത് GST എങ്ങനെ വേണമെന്നുള്ളതല്ല, അത് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് അത് ഈ പൊട്ടിക്കൽ കുറച്ച് ആളുകൾക്ക് കിട്ടും. ബാക്കിയുള്ള വാങ്ങിക്കോളേ. അത്രേ ഉള്ളൂ. കാണുമ്പോ വാങ്ങിയാൽ തോന്നുമ്പോ കഴിക്കാം അല്ലേ? അതെ. അപ്പോ അത് എപ്പോഴൊന്നും കിട്ടുന്നില്ല കേട്ടോ. അതായത് നമുക്കൊരു ഒരു വാശി ഉണ്ടാവില്ല ചില നേരത്തെ. എന്തായാലും വേണ്ടില്ല ഇതൊന്ന് കുറച്ച് ആൾക്കാരുടെ അതിന്റെ കാരണം അങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അത് എപ്പോഴും കിട്ടില്ല. ആ വാശി ഒന്ന് സൗദി വാറ്റുമൊക്കെ ഒന്ന് വരും. സൗദി വാറ്റ് അല്ലേ? സൗദി വാറ്റിന്റെ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാക്സിമം ഒരു 2 ആഴ്ച സൗദി വാറ്റിന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗദി വാറ്റ് ഇനീഷ്യൽ ലെവലിൽ കുറച്ച് ആളുകളിലേക്ക് നമ്മൾ പൊട്ടിക്കും. അന്ന് 5000 രൂപ മേടിച്ച് നമുക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമോ? നിങ്ങളെ പോയാണേ. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ട്രേഡിങ്ങിനെ പറ്റിയുള്ള ട്രേഡിംഗ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുണ്ടോ? ക്ലിയർ ആയില്ല. അവൻ ചോദിച്ചാണ് സമൂഹ. ഞാനിപ്പോ ട്രേഡിംഗ് റിലേറ്റഡ് GST ടാക്സ് അടക്കുന്നില്ല. ട്രേഡിംഗ് മീൻസ് ഉദ്ദേശങ്ങള് കച്ചവടമാണോ അതല്ല ഷെയർ ട്രേഡിംഗ് ആണോ? ഷെയർ ട്രേഡിംഗിന്റെ എന്താ ചോദിച്ച ടാക്സോ? ടാക്സ് റിലേറ്റഡ് ട്രേഡിംഗ് റിലേറ്റഡിന് GSTനെ ബാധിക്കൂല. GST അതിനെ നിങ്ങൾക്ക് ബാധിക്കൂല. പക്ഷെ വർഷത്തിൽ നിങ്ങൾ ITR 4 ഒന്ന് ഫയൽ ചെയ്യേണ്ടി വരും. ഇൻകം ടാക്സ് 4.
വർഷത്തെ ഫയൽ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഫയൽ ട്രേഡ് ചെയ്യണം. ചെയ്യുന്നുണ്ട്. ഫയൽ കാരണം അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, രണ്ടും സംഭവിക്കണം. ഷെയർ മാർക്കറ്റിംഗ് ആണല്ലോ. ആ, അതുകൊണ്ട് തന്നെ നമുക്ക് അതെ ഒന്നും അതെ കൃത്യമായിട്ടൊന്നും പ്രവചിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരു 10 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഒരൊറ്റ ലോസ് കൊണ്ട് ഇതെല്ലാം പോകും. നിങ്ങൾക്കറിയാലോ, അതെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യം. അത് അതെ കൃത്യമായിട്ടും അതെ നോളജ്. അപ്പം ഈ ഒരു സമയം ഒരു നഷ്ടം നമുക്ക് കവർ ചെയ്തെടുക്കണമെങ്കിൽ, അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ഉം. ചിന്തിച്ചുള്ള ഒരു 5 ലക്ഷം രൂപ ഈ ഒരു വർഷം നമുക്ക് നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കും ഷെയർ മാർക്കറ്റിനകത്ത്. അടുത്ത വർഷം ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഫലത്തിൽ നമുക്ക് 5 അതെ ലക്ഷം രൂപ പ്രോഫിറ്റ് ഉള്ളൂ. കാരണം ഈ ഒരു ലാസ്റ്റ് ഇയറിൽ നമുക്ക് ലോസ് ഉണ്ട്. താങ്ക് യു സാർ. ഈ ലോസ് കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ്, നമുക്ക് ഇത്ര ലോസ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇൻകം ടാക്സിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം 10 ലക്ഷത്തിന്റെ ടാക്സിന്റെ ബാധ്യത നമുക്ക് വരില്ല, 5ന്റെ ബാധ്യതയെ വരുള്ളൂ. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ 10 ലക്ഷത്തിന് അതുപോലെ കൊടുക്കേണ്ടി നമുക്കിപ്പോ വരും. ആ നമുക്കിപ്പോ ഇത് ഈ ഷെയർ ടാക്സിന് ട്രേഡിംഗ് എന്ന് പറയുമ്പോഴേ ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ആവണേ. സത്യം. ഓക്കെ നമ്മളിപ്പോ ഫോറക്സിൽ ബറോഡ കൊണ്ടുപോയി ത്രൂ ആണ്. കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ലീഗലാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഫോറക്സിൽ കൊണ്ടുപോയി പൈസ കളഞ്ഞു കഴിഞ്ഞാൽ പോയ തന്നെയാണ്. ക്രിപ്റ്റോയിൽ കൊണ്ടുപോയി, ഓക്കെ ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിങ്ങിൽ കൊണ്ടുപോയി കളഞ്ഞാലും പോയത് തന്നെയാണ്. കാരണം ക്രിപ്റ്റോന്റെ ലോസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അടുത്ത വർഷത്തേക്ക് കവർ ചെയ്യാനോ ലോസ് പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിലില്ല, വരുമായിരിക്കാം. ഞാൻ അതിപ്പോ ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം അതിപ്പോ മാത്രമാണ് പറഞ്ഞത്. ഈ ടാക്സ് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടല്ലോ, എങ്ങനെ അതിന്റെ എത്രയാ ഇത് ഈ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും വേറെ ഏതൊക്കെ സൗണ്ട് കൂടെ അപ്പൊ അതിന് കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. എന്തായിരുന്നു? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടല്ലോ ഷെയർ മാർക്കറ്റ്. അപ്പൊ അതിന് എത്രയാണ് ഇപ്പൊ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ഇത്ര അതെല്ലാം നിങ്ങളുടെ മന്ത്സ് എടുക്കുന്ന ഇപ്പോൾ ലോങ് ടേം ഉദ്ദേശിക്കുന്ന ലോങ് ടേം ഒരുപാട് കാലത്തേക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എമൗണ്ട് ആയിരിക്കും അല്ലേ? 1 ഇയർ 1 ഇയർ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിന് അത് നിങ്ങൾ ഇൻകം ലോങ് ടാക്സ് ടൈം ഫയൽ ക്യാപിറ്റൽ ചെയ്യുന്ന ഗെയിൻ. സമയത്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത്. അത് നിങ്ങളോട് കാണിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഫിഗർ അവിടെ വരും, അടക്കേണ്ട ടാക്സ്. നമ്മൾ GST പാൻ നമ്പർ അടിച്ചെടുത്താൽ ജി അത് എസ് ടി കാണാൻ നിങ്ങളെ പറ്റില്ല. നിങ്ങളെ ബാധിക്കൂല. നിങ്ങൾക്ക് ഈ ഇൻകം ടാക്സ് മാത്രമേ ബാധിക്കത്തുള്ളൂ. അത് മാത്രമായിട്ടുള്ളൂ. ഫുൾ ടൈം ട്രേഡർ ആണോ നിങ്ങൾ? അല്ല ഞാനിപ്പോ സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് എടുക്കുന്നുണ്ട് ട്രേഡ്. ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണോ നമ്മൾ ചെയ്യുന്നത്? ഇന്ത്യൻ മാർക്കറ്റ് തന്നെ Okay. ബറോഡ നന്നായിട്ട് ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ഒക്കെ കളിച്ച് നല്ല നോക്കിയിട്ട് വൃത്തി ചെയ്താൽ കൊണ്ടുകിട്ടും. അപ്പൊ ആ ഒരു ഞാൻ ടാക്സ് ഫയൽ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഒരു കോസ്റ്റ് നിങ്ങൾ കോസ്റ്റിൽ ഇൻക്ലൂഡ് ആണെന്നുണ്ടോന്നാണ് ചോദിച്ചത്. നിങ്ങളെ ടാക്സിന്റെ എങ്ങനെ? അല്ലെ GST നിങ്ങൾക്ക് പറഞ്ഞല്ലോ നിങ്ങൾ ഓൾറെഡി നാട്ടിൽ ഒരു കോഴ്സ് ഉണ്ട്. GST അത് വേറെ അതായത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. അത് രണ്ട് ടാക്സ് അല്ല, ഒന്ന് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഞാൻ ഇപ്പൊ പറഞ്ഞ ടാക്സ് മുഴുവൻ ഇൻഡയറക്ട് ടാക്സ് ആണ്. അത് പ്രൊഡക്റ്റ് ഗുഡ്സ് സർവീസുമായി ബന്ധപ്പെട്ട ടാക്സ് ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഓക്കെ ഡയറക്ട് ടാക്സ് ആണ്, നമുക്ക് കിട്ടുന്ന വരുമാനം നേരെ. അത് ഇൻകം ടാക്സ് വേറെ ടോപ്പിക്കാണ്. ഓക്കെ 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 പക്ഷെ ആ ഇൻകം ടാക്സ് ഈ TDS ഇൻകം ടാക്സുമായി റിലേറ്റഡ് ആണ്. യെസ്. ഇതാണല്ലേ. ഓക്കെ ഓക്കെ സാറേ ഓക്കെ. ഒരു ഈ ഡൗട്ട്. നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡിവിഡൻഡിന്റെ ഒരു കേസ് വരാറുണ്ട്. ആ സമയത്ത് അതെ നിങ്ങളുടെ അതെ TDS എല്ലാ കമ്പനികളല്ല, ഇപ്പോൾ വിഗാർഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വർഷത്തിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ സമയത്തൊക്കെ TDSന്റെ കേസ് അവിടെ വരും കമ്പനികൾ. ജിറ്റെക്സ്. TDS നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ 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 താങ്ക് സാറ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ നമ്മളെ പ്രോപ്പർട്ടി സെയിൽ ചെയ്തപ്പോൾ അവർ ഒരു 83,520 TDS പിടിച്ചായിരുന്നേ. ആ അപ്പൊ നമുക്ക് ചെക്കിലെ ഡേറ്റ് എടുക്കുന്നത് January 16th 2025. നമ്മൾ അതിന്റെ ആധാരം ചെയ്തത് January 20ന്. നമുക്ക് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് January 22. ഇവര് TDS എടുത്തിരിക്കുന്നത് ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് 14th January, അതുപോലെ തന്നെ TDS ബുക്ക് ചെയ്തേക്കുന്നത് 16th January ആണ്. അപ്പൊ കഴിഞ്ഞ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഇതിൽ നമുക്ക് 6 months ആണ് ഇതിന്റെ ഡ്യൂറേഷൻ പറയുന്നത്. നമുക്ക് ഈ ക്യാഷ് കയ്യിൽ വയ്ക്കാവുന്ന ടൈം പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇത് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടണം ബാലൻസ് ഉള്ള ക്യാഷ്. അത് 82 lakhs നമുക്ക് കിട്ടി TDS കഴിഞ്ഞിട്ട്. അതിലൊരു ഏകദേശം ഒരു 40 lakhs നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി. 30 lakhs നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി. അപ്പൊ നമ്മളൊരു 40 lakh ഇതില് ക്യാപിറ്റൽ ഗെയിനിൽ കൊണ്ടുപോയി ഇടണം.
അപ്പോൾ അതിന്റെ ക്യാപിറ്റൽ ഗെയിനിൽ ഇടുന്നതിന്റെ ഡേറ്റ് ഏതാന്ന് അറിയാൻ പറ്റുമോ? നിങ്ങൾ ഈ ക്യാപിറ്റൽ നിങ്ങൾ ഈ മുഴുവൻ എമൗണ്ട് TDS അല്ലെങ്കിൽ ഇനി എത്ര എമൗണ്ട് അടക്കാൻ പറഞ്ഞിട്ടുണ്ട് കൺസൾട്ടന്റ്? കൺസൾട്ടന്റ് ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞ് 10,70,70,000 രൂപ അടയ്ക്കാന്ന് പറഞ്ഞു. അടക്കാത്തൊരു ഓപ്ഷൻ ഉണ്ട്. അടക്കാത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞോ. അഗ്രികൾച്ചറൽ അല്ല വേറെ പറഞ്ഞത് നിങ്ങൾ വിളിക്കണ്ടേ? നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ എടുക്കാം. ഓക്കെ ഓക്കെ. പൈസ അടക്കാത്ത വഴിയുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വിളിക്കാം. അമ്മക്ക് എത്ര കിട്ടും? അത് നിങ്ങൾക്ക് ആഹിർ, എത്ര നിനക്ക് അമ്മയിലേക്ക്. ആഹിർ ബ്രോക്കർ ചാർജ് നമ്മൾ പേഴ്സണൽ ആയിട്ട് ഏഹ് brokerage charge ഓക്കെ എത്തിച്ചുകൊണ്ട് ഓക്കെ. ഇനി വേറെ എന്താ കേസ്? ഫുള്ള് കമ്മീഷൻ തന്നെ കേട്ടോ. അത് 190 കോഴ്സ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കമ്മീഷനൊക്കെ വരില്ലേ? ഓക്കെ, തമാശ പറഞ്ഞോട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട എല്ലാവരോടും.